നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് എങ്ങനെ നാം ഉത്തരവാദിയാവും? അള്ളാഹു ആണല്ലോ തിന്മ ചെയ്യിക്കുന്നത് നമ്മളെ കൊണ്ട് എന്നാണല്ലോ അതിൻ്റെ ഒരു വിമർശനത്തിൻ്റെ ആകത്തുക. അപ്പോൾ പിന്നെ ഞാൻ കള്ളുടിക്കുന്നത് എന്തുകൊണ്ടാണ്? പടച്ചോനെ കൊണ്ട് കള്ള് കുടിപ്പിച്ചുകൊണ്ടാണ്. ഞാൻ എന്താ ചെയ്യുക? ഓക്കെ, ഈ ചോദ്യം ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയാം. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഉത്തരം നൽകാൻ എന്താണ്? കുറച്ച് പ്രയാസമാണ്. അള്ളാഹു ആരെ ഹിദായത്തിലാക്കുക? അവൻ അള്ളാഹു ഉദ്ദേശിച്ചവരാണ് ഹിദായത്തിലാക്കുക. അപ്പോൾ പിന്നെ നമ്മൾ പ്രവർത്തിച്ചത് കൊണ്ട് നമുക്ക് ഹിദായത്ത് നേടാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ ഹിദായത്ത് ലഭിക്കാത്തവരെ എങ്ങനെയാണ് പിന്നെ കുറ്റം പറയാൻ പറ്റുക? കാരണം അവർക്ക് ഹിദായത്ത് ലഭിക്കാത്ത എന്തുകൊണ്ടാണ്? അള്ളാഹു ഉദ്ദേശം കൊണ്ടാണ്. പിന്നെ അയാളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റുക? എക്സ്മുസ്ലിമൊക്കെ പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ ആയത് അള്ളാഹു അങ്ങനെ ഉദ്ദേശം കൊണ്ടാണ്. ഓക്കെ, ഈ ചോദ്യം കേൾക്കാറുണ്ടോ അല്ലയോ? ഓക്കെ, മറുപടി നൽകാൻ ഓക്കെ, കുറച്ച് പ്രയാസമാണ്. പിന്നെ ചോദിക്കുന്ന ആളങ്ങോട്ട് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി. ഓക്കെ, പിന്നെ മറ്റൊരു ചോദ്യം, അള്ളാഹു നല്ലവനാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് എങ്ങനെ തിന്മകൾ സംഭവിക്കുന്നു? അഥവാ അള്ളാഹു നല്ലൊരു അള്ളാഹു ഉണ്ട്, സർവശക്തനാണല്ലോ അള്ളാഹു, സർവശക്തനല്ലേ? ആണ്. അൽ ബറാണ്. അൽ ബർ എന്ന് പറഞ്ഞാൽ സകല നന്മകളുള്ളതാണ്. അപ്പോൾ സകല നന്മകളുമുള്ള സർവശക്തനുണ്ടെങ്കിൽ ഇവിടെ എന്ത് മാത്രമേ നടക്കാൻ പാടുള്ളൂ? നന്മ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. ഇവിടെ തിന്മ നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഒന്നുകിൽ അള്ളാഹു സർവശക്തനല്ല, അല്ലെങ്കിൽ നല്ലവനല്ല. നല്ലവനാണെങ്കിൽ നല്ലവനാണ്, എല്ലാത്തിനും കഴിയും ചെയ്യുമെങ്കിൽ ഇവിടെ എന്തേ നടക്കാൻ പാടുള്ളൂ? ചോദ്യത്തിൻ്റെ ഒരു ഏരിയ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇതിനാണ് ഉത്തരം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആരുടെയും മനസ്സിലൊരു പുതിയ ചോദ്യം ഉണ്ടായിട്ട് ഇവിടുന്ന് പിരിയരുന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ സൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ എല്ലായിടത്തും മൊബൈൽ ഫോണിലുള്ളതുകൊണ്ട് ഞാൻ നോക്കാൻ പറയുന്ന ആയത്തുകളൊന്നും നോക്കണമെന്ന് പ്രത്യേകം റെക്കമെൻഡ് ചെയ്യാണ്. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. നന്മയും തിന്മയും അള്ളാഹു നിന്നാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് നമ്മളെങ്ങനെ ഉത്തരവാദിയാവും? അപ്പോൾ ഇതിൽ നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം പറയപ്പോഴും ഫസ്റ്റ് ചോദ്യത്തെ തിരിച്ച് ചോദ്യം ചെയ്തുകൊണ്ടാണ്. ഈ ചോദ്യം ശരിയാണെന്ന് ആദ്യം പരിശോധിക്കണം. ഈ ചോദ്യം ശരിയാണോ? നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണോ? ആണല്ലോ അല്ലേ? ആണല്ലോ. ഓക്കെ, ലളിതമായിട്ട് നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ അടുത്താണോ? അസാധാരണമായിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ആഴത്തിൽ പോകുമ്പോഴേക്ക് തിന്മ നമ്മളിലേക്ക് എത്തുന്നു. സാധാരണമായി പൊതുവെ പറയുമ്പോൾ തിന്മ അള്ളാഹുവിൽ നിൽക്കുന്നു. അതെങ്ങനെ ശരിയാ? അള്ളാഹുവിൻ്റെ അടുത്ത് തിന്മ ഇല്ല എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ അറിവോട് കൂടി എല്ലാം സംഭവിക്കും. അപ്പോൾ എല്ലാത്തിലും തിന്മയും വരില്ലേ? ഓക്കെ, ലളിതമായിട്ട് നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ അടുത്താണ്. അത് എവിടെയുള്ളത്? ഈമാൻ കാര്യത്തിൻ്റെ എത്രാമത്തെയാണ്? 6-ാമത്തെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യം വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഓരോ കാര്യം വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നു, തുഅ്മിനു ബിൽ ഖദരി, അഥവാ ഖദറിൽ വിശ്വസിക്കണം, നിർണയത്തിൽ വിശ്വസിക്കണം, ഖൈരിഹി വ ശർരിഹി. അഥവാ ഖദർ, നിർണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുവോ ആ നിർണയങ്ങളെല്ലാം ആരിൽ നിന്നാണ്? ഖലഖഹു വ ഖദ്ദറഹു, എല്ലാത്തിനും സൃഷ്ടിച്ചതാരാണ്? ഖദ്ദറഹു, അതിന് നിർണയിച്ചതാരാണ്? അള്ളാഹുവാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഖദറും അള്ളാഹുവിൻ്റെ മുകളിലാണ്, സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റെ മുകളിലാണ്. ഈ സൃഷ്ടിപ്പും ഖദറും അള്ളാഹുവിൻ്റെ മുകളിലാണെങ്കിൽ ഈ ഖദറിൻ്റെ എന്തിലൊക്കെ നമ്മൾ വിശ്വസിക്കണം? ഖൈരിഹി വ ശർരിഹി. എന്താണ് ഖൈർ എന്ന് പറഞ്ഞാൽ? നന്മ. ഷർ എന്ന് പറഞ്ഞാൽ എന്താ? തിന്മ. അപ്പോൾ ഖദറിൻ്റെ ഖൈറും ഷറും എവിടുന്നാണ് വരുന്നത്? അള്ളാഹു എന്നാണ് വരുന്നത്. ഇനി ഞാൻ സൂറത്ത് നിസാഇൻ്റെ 79-ാമത്തെ ആയത്തിൽ നിന്ന് എടുത്ത് ഒന്ന് അർത്ഥം നോക്കാൻ പറ്റും. ഞാനൊന്ന് പാരായണം ചെയ്യാം. ഒമാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹ് ഒമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്. എന്ന് അർത്ഥം വെച്ചാൽ ഒമാ അസ്വാബക, എന്തെന്നാണോ നിന്നെ ബാധിച്ചത്, മിൻ ഹസനത്തിൻ, നന്മയിൽ നിന്ന് എന്തെന്നാണോ നിന്നെ ബാധിച്ചത്, ഫമിൻ അല്ലാഹ്, അത് എവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. ഒമാ അസ്വാബക, എന്തെന്നാണോ നിന്നെ ബാധിച്ചത്, മിൻ സയ്യിഅത്തിൻ, തിന്മയിൽ നിന്ന്, ചീത്തയിൽ നിന്ന്. സയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, സയ്യത്ത് വാക്കുകൊണ്ട് തന്നെ എന്താണ്? തിന്മയെ പറ്റിയാണ് പറയുന്നത്.
ഫമിൻ നഫ്സിക്, അതെവിടെ നിന്നാണ്? നിൻ്റെ സ്വന്തത്തിൽ നിന്നാണ്. അപ്പോൾ എന്താ അതിനർത്ഥം? നമ്മളെ ബാധിക്കുന്ന തിന്മകൾ എവിടെ നിന്നാണ്? സ്വന്തത്തിൽ നിന്നാണ്. ലൊഹറൽ ഫസാദ ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. ഈ ഭൂമിയിലും ബറിലും ബഹറിലും ഒക്കെ കുഴപ്പമുണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? ഐദിന്നാസ്, മനുഷ്യൻ്റെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചേർത്ത് മനസ്സിലാക്കാം? ഇത് തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവുമോ? ഇത് പ്രവാചകൻ്റെ ഹദീസാണ്, തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈ ഹദീസ് മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഈമാൻ കാര്യത്തിൻ്റെ അടിസ്ഥാനമാണ്, അർക്കാനുൽ ഈമാനാണ്. ഓക്കെ, ഈമാൻ്റെ എന്താ പറയുക, തൂണുകളിൽപ്പെട്ട കാര്യമാണ്. ഈ ഹദീസിനെയും ഇതിനെ നമ്മളെങ്ങനെ ചേർത്ത് മനസ്സിലാക്കുക? ഖദർ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് മനസ്സിലാക്കാൻ ഖുർആൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ നിസാഇന്റെ 78 വായിച്ചു നോക്കിയാൽ, വൈൻ തുസിബുഹും സയ്യിഅത്തൻ, പ്രവാചകനോട് പറയണേ, വൈൻ തുസിബുഹും സയ്യിഅത്തൻ, അഥവാ പ്രവാചകൻ ആ സമൂഹത്തിൽ ഉണ്ടായിരിക്കെ ഈ സമൂഹത്തിന് വല്ല സയ്യിഅത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ യഖൂലു, അവർ പറയും, ഹാദിഹി മിൻ ഇൻദിക്, പ്രവാചകനെ കാരണമാണ്, ഈ ഒറ്റ മനുഷ്യൻ കൊണ്ടാണ് എന്ത് ചെയ്തത് ഈ സമൂഹത്തിന് ഇപ്പോൾ ഈ ഷർറുണ്ടായി, ഈ സയ്യിഅത്ത് ഉണ്ടായത്. യഖൂലു ഹാദിഹി മിൻ ഇൻദിക്, അതിനു മുമ്പ് എന്തുണ്ട്? വൈൻ തുസിബുഹും ഹസനത്തുൻ, അവർക്ക് എന്തെങ്കിലും നന്മ വന്നാൽ അവർ പറയും യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാ, അത് എവിടുന്നാണ്? അപ്പോൾ നന്മ വന്ന അവർ പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്താന്ന് പറയും. തിന്മ വന്നത് ആരിലേക്കിടും? പ്രവാചകന്റെ മേലേക്കിടും. എന്നിട്ട് പ്രവാചകനോട് പറയുന്നത് എന്താ? കുൽ, പ്രവാചകരെ പറയുക, കുല്ലുൻ, എല്ലാം, മിൻ, എവിടുന്നാണ്? ഇൻദില്ല, എവിടുന്ന? അള്ളാഹു എന്നാണ്. ഇതിന് തൊട്ടടുത്ത ആയത്തെന്ന് പറയുന്നത് സയ്യിഅത്ത് എവിടുന്ന? നഫ്സ് എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സിംപിളി ഇസ്ലാമിൻ്റെ ഇത്തരം വിഷയങ്ങളിലെ കാഴ്ചപ്പാട് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ വഴി, ഒറ്റ ചിന്ത, ഒറ്റ ഉത്തരം എന്നുള്ള നമ്മൾ മനസ്സിലാക്കരുത്. ഇത് കുറച്ച് വലിയ വിഷയമാണ്. അഥവാ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കുകയില്ല ആരുടെ അനുവാദമില്ലാതെ? അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ. എന്നാൽ ആ അനുവാദം നൽകുന്നത് അള്ളാഹുവാണ്, പെർമിഷൻ തരുന്ന അള്ളാഹുവാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? മനുഷ്യന്മാരാണ്. ഇനി അള്ളാഹു ഒരു കാര്യം നമുക്ക് നൽകിക്കഴിഞ്ഞാൽ അതിലെ അവൻ്റെ ഉദ്ദേശ്യം എന്താണോ അതാണ് അവൻ നൽകുന്നത്. ഓക്കെ, ഒരു കാര്യം നൽകി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അതെനിക്ക് വന്ന ഷർറാണോ ഹൈറാണോ? ഷർറാണോ ഹൈറാണോ? ഓക്കെ, ഇനി വേറെ രീതിയിൽ ഞാൻ ചോദിക്കാം. എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഞാൻ തിന്മയിൽ ജീവിച്ചിരുന്ന ഞാൻ ആ ആക്സിഡൻറ്റ് കാരണം പുനർചിന്തിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തു, നരകത്തിലേക്ക് പോകേണ്ട അർത്ഥത്തിൽ പ്രവർത്തിച്ചത് ഞാൻ സ്വർഗത്തിലേക്ക് എത്തി. അതെനിക്ക് ഹൈറായിരുന്നു ഷർറായിരുന്നു? ഹൈറായിരുന്നു. ആ ആക്സിഡൻറ്റ് സംഭവിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ പടച്ചോനെ ശപിച്ചു, എനിക്കുണ്ടായ നഷ്ടങ്ങളിൽ വളരെയധികം ഖേദിച്ചു, പിന്നെ ജീവിതത്തിൽ പടച്ചോനെ സ്മരിച്ചില്ല, ഞാൻ പടച്ചോനെ കുറ്റം പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി, അവസാനം നരകത്തിലേക്ക് എത്തി. ഹൈറാണോ ഷർറാണോ? ഷർറാണ്. അപ്പോൾ ഇത് ആരാ ഷർറാക്കിയത്? ആരാ ഷർറാക്കിയത്? ഞാനാണ് ഷർറാക്കിയത്. ഇനി പടച്ചവൻ്റെ ഇതിൽ ഉദ്ദേശം എന്താ? ഇതിൽ രണ്ടിനുമുള്ള സാധ്യതകൾ പടച്ചു നൽകി. ഓക്കെ, ഇത് ബേസിക്കലി എവിടുന്നാണ് വരുന്നത്? അള്ളാഹുവിന് വേണമെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിച്ചുകൂടായിരുന്നോ? പറ്റൂലേ? മലക്കുകളെ പോലെ സൃഷ്ടിക്കാമായിരുന്നു. അപ്പൊ ഇതിൽ തെറ്റ് ചെയ്യാനുള്ള സാധ്യത കൊടുത്തതാരാ? അള്ളാഹു. ആ അർത്ഥത്തിൽ ഇത് എവിടുന്നാ വരുന്നേ? അള്ളാഹുവിൻ്റെ അടുത്ത് വരുന്നേ. ഈ തെറ്റിനെ തെരഞ്ഞെടുത്തതാരാ? മനുഷ്യന്മാരാണ്. അപ്പൊ അത് ആരിലേക്കാണ് ആത്യന്തികമായി ചേർക്കേണ്ടത്? അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ കാരണക്കാരായിട്ട് പറയപ്പെടുന്നത്? മനുഷ്യനാണ് പറയപ്പെടേണ്ടത്. ഇത് ഇപ്പോൾ അജബൻ ലി അംരിൽ മുഅ്മിൻ തുടങ്ങുന്ന ഒരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. എന്താ കാരണം? അവന് സുഖകരമായ കാര്യമുണ്ടായാലും ദുഃഖകരമായ കാര്യമുണ്ടായാലും സറാഉം ലറാഉം രണ്ട് വന്നാലും അവൻ എന്ത് ചെയ്യും? ഖൈറാം കുല്ലുഹു ലഹു ഖൈർ. അതാ ആലോചിക്കണം. ഒരാളെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിൽ ഒരേപോലെ സാഹചര്യങ്ങൾ വരും. നഷ്ടങ്ങൾ ഉണ്ടാവും, ലാഭങ്ങൾ ഉണ്ടാവും, സുഖങ്ങൾ ഉണ്ടാവും, ദുഃഖങ്ങൾ ഉണ്ടാവും. വിശ്വാസിക്ക് കുല്ലുഹു ലഹു, അപ്പം അവൻ്റെ ജീവിതത്തിൽ എന്തില്ല? എങ്ങനെയാ? അതാണ് പറയുന്നത്. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇപ്പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അള്ളാഹു നല്ലവനാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് എങ്ങനെ തിന്മകൾ സംഭവിക്കുന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. ഈ ചോദ്യത്തിൻ്റെ ബേസ് വരുന്നത് എവിടെന്ന് വെച്ചാൽ, ഈ ലോകത്തെ പ്രയാസങ്ങളൊക്കെ ഷർറായിട്ട് വിലയിരുത്താണ്, അല്ലെങ്കിൽ ഈ ലോകത്തെ പ്രയാസങ്ങളൊക്കെ സയ്യിഅത്തായിട്ട് വിലയിരുത്താണ്. നേരത്തെ പറഞ്ഞ ആക്സിഡൻറ്റ് സയ്യിഅത്താണോ? അല്ല. വേറൊരു കാര്യമുണ്ട്, സയ്യിഅത്ത്, ഷർറ്, ലൊറ്, ഫസാദ്, ഫിത്ന, ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമാണ്. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആഴത്തിൽ നോക്കാൻ ശ്രമിച്ചു. ഞാനത് തൽക്കാലം അങ്ങ് മാറ്റി വെച്ചു, കാരണം അത്രയും ആഴത്തിൽ നോക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ വാക്കുകളുടെ വ്യത്യാസത്തെ പറ്റി വ്യക്തമായിട്ട് പറയുന്നില്ല. ലളിതമായിട്ടൊന്ന് പറഞ്ഞാൽ സയ്യിഅത്ത് എന്ന് പറഞ്ഞാൽ സയ്യിഅത്ത് ചീത്തത് മാത്രമാണ്, അതിന് വേറൊരു അർത്ഥം കൊടുക്കാൻ പറ്റില്ല. ഫിത്നക്ക് പല അർത്ഥങ്ങളുണ്ട്, നമുക്കറിയുന്ന പോലെ പരീക്ഷണമാണ്, പ്രശ്നമാണ്, കുഴപ്പം, അങ്ങനെ പല 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 അർത്ഥങ്ങളുണ്ട്. ഷർറിന് പ്രധാനമായിട്ടും പറയാൻ പറ്റുക, അതായത് ഒരു എന്താ പറയുക,
വിഷമകരമായ ഒരു സംഭവം. അത് ഏറ്റവും ആത്യന്തികമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കുന്നതാണ്. ഒരു സാധനത്ത് നിന്ന് മനുഷ്യന് പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അവൻ എന്തായിട്ട് മനസ്സിലാക്കും? ഷെറായിട്ട് മനസ്സിലാക്കും. പേഴ്സീവ്ഡ് ആസ് എന്നൊക്കെ പറയില്ലേ, അതായത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മനുഷ്യന് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടോ പ്രയാസമുള്ള കാര്യമായിട്ടോ എന്തെങ്കിലും കണ്ടാൽ അവൻ എന്ത് ചെയ്യും? അതിനെ ഷെറായിട്ട് കാണും. അത് വിലയിരുത്തലാണ്. സയ്യിഅത്ത് അങ്ങനെയല്ല. സയ്യിഅത്താണ് ഇപ്പം പറഞ്ഞ ആയത്തിൽ പറഞ്ഞു കേട്ടോ. ഏതായത്തിൽ? മാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക്. സയ്യിഅത്തായിട്ട് ഒന്നൊക്കെ ആരാ ചെയ്തത്? ഞാനാണ് ചെയ്തത്. സയ്യിഅത്ത് എന്നുള്ള ആത്യന്തികമായിട്ട് എവിടുത്തെ കാര്യം കൂടിയാണ് പറയുന്നത്? പരലോകത്തെ കാര്യം കൂടിയാണ് പറയുന്നത്. അപ്പം എൻ്റെ പരലോകത്തെ വിജയപരാജയങ്ങളിൽ പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ആര് മാത്രമാണ് ഉത്തരവാദി? ഞാൻ മാത്രമാണ് ഉത്തരവാദി. ഞാനാണ് ചെയ്യുന്നത്. ഓക്കെ, ഷർറിന് പിന്നെയും വളരെ വിശാലമായിട്ടുള്ള പല 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 അർത്ഥങ്ങളിലേക്കും അത് പോകുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് ആഴത്തിൽ പോകുന്നില്ല. ഈ പദങ്ങൾ തമ്മിൽ തിന്മ എന്നോ പ്രയാസമെന്നോ ബുദ്ധിമുട്ടെന്നോ മോശമെന്നോ ഒക്കെ ഉള്ള അറബി അർത്ഥങ്ങൾ നമ്മൾ ഒരുപോലെ കാണുമെങ്കിലും അതിനുപയോഗിക്കുന്ന പദങ്ങളുടെ വ്യത്യാസം പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അർത്ഥവ്യത്യാസങ്ങൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. മലയാളത്തിൽ ഏതെങ്കിലും കേവല പദ എന്താ പറയുക തർജ്ജമ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ആ പഠനം അവസാനിപ്പിക്കരുതെന്നുള്ളതാണ്. ആ പഠനം കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തരികയാണ്. അപ്പോൾ ഒരു മനുഷ്യന് ബാധിക്കുന്ന എല്ലാ വിഷയവും അവൻ എന്താക്കാം? കുല്ലുഹുലഹു ഖൈർ, ഖൈറാക്കാം. എങ്ങനെ ഖൈറാക്കുക? അവന് സുഖകരമായ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അതിൽ ശക്കറ ഫക്കാന ഖൈറല്ലഹു, അവൻ നന്ദി കാണിച്ചു. അപ്പോൾ എന്തായി? അവന് ഖൈറായിട്ട് മാറി. ഇനി ലൊറായ് വന്നാലോ അല്ലെങ്കിൽ പ്രയാസം വന്നാലോ സ്വബറ, അവൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു. ഫക്കാന ഖൈറല്ലഹു, അങ്ങനെ എന്തായത്? അവന് നന്മയായിട്ട് വഹിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്താ? അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് എല്ലാം ആത്യന്തികമായിട്ട് എവിടെ നിന്നാണ് വരുന്നത്? അള്ളാഹുവിൻ്റെ അടുത്താണ്. അള്ളാഹു ഇവിടെ അനുവദിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ മനുഷ്യനെ തിന്മ ചെയ്യാൻ പറ്റുമോ? തെറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. മീൻസ് അവൻ അനുവദിച്ചത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുണ്ട്. മലക്കുകളെ പോലെ. ഇപ്പോൾ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മരങ്ങൾക്കൊക്കെ അള്ളാഹു നിർണ്ണയിച്ചതിന് അപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? സ്വാതന്ത്ര്യം നൽകിയത് ആർക്ക് മാത്രമാണ്? മനുഷ്യനും ജിന്നിനും മാത്രമാണ്. ഈ രണ്ട് ജീവികൾക്കും അല്ലാത്ത ജീവികൾക്കൊന്നും അള്ളാഹു പറയുന്ന അവൻ വെച്ച ലിമിറ്റ്, ഓരോരുത്തരുടെ ലിമിറ്റ് പലതാണ്, ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് ഒരു പ്രവർത്തനം എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹുവിൻ ആണ് എന്ത് ചെയ്ത് ഇവിടെ സകലവും സംവിധാനിച്ചത്. അപ്പോൾ എല്ലാം ആത്യന്തികമായിട്ട് എവിടുന്നാണ്? അള്ളാഹുവിൻ്റെ അടുത്താണ്. ഇവിടെ പ്രത്യേകം ഖദറിനെ പറ്റി പ്രത്യേകം പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമുക്ക് ബാധിക്കുന്ന എല്ലാ കാര്യവും സകല കാര്യവും തുഅ്മിനുൽ ഖദരി, അത് നമുക്ക് ഹൈറായി തോന്നിയാലും ഷർറായി തോന്നിയാലും സകല കാര്യം എവിടുന്ന് മാത്രം വരുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു അല്ലാത്തൊരു സോഴ്സും അതിനില്ല. അവിടെയാണ് ഈമാനും അമ്നും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഉറക്കുന്നത്. അള്ളാഹു അല്ലാത്ത മറ്റൊരിടത്തും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അത് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി നമുക്ക് തിന്മ ചെയ്യാൻ പറ്റുന്ന ആരോട് മാത്രമാണ്? നമ്മളോട് മാത്രമാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, തുഅ്മിനുൽ ഖദരി ഖൈർ ശരി. ഇപ്പോൾ ഞാൻ ഒരാളെ പോയിട്ട് ആക്രമിച്ചു, ഞാൻ ഒരാളെ പോയിട്ട് അടിച്ചു. ഈ അടിച്ച ആൾക്ക് അത് ഖൈറാണോ ഷർറാണോ? അടിക്കപ്പെട്ട ആൾക്ക്, അടി കൊണ്ട ആൾക്ക് യെസ്, ഖൈറാണോ ഷർറാണോ? ക്ഷമിച്ച ഖൈർ, തിരിച്ചടിച്ചാൽ ഓക്കെ, പ്രതികരണത്തിനനുസരിച്ച് ഖൈറും ഷർറും മാറും. അടിച്ച ആൾ ചെയ്യുന്നതോ ഖൈറാണോ ഷർറാണോ? അല്ലെങ്കിൽ അയാളെ ചെയ്ത് സയ്യത്താണോ ഹസനത്താണോ? സയ്യത്താണ്, തിന്മയാണ് അയാൾ ചെയ്തത്. ഓക്കെ ഓക്കെ, തിന്മയായിട്ടുള്ള അടിയാണ്, തിന്മയായിട്ടുള്ള പ്രശ്നമായിട്ടുള്ള അടിയാണ്, അനീതിക്ക് വേണ്ടിയിട്ടുള്ള അടിയാണ്, അനീതിയോടുള്ള അടിയാണ്. അപ്പോൾ ചെയ്ത ആൾ ചെയ്ത് തെറ്റാണ്, കൊണ്ട ആൾക്ക് പ്രതികരണത്തിനനുസരിച്ച് എന്ത് ചെയ്യും? നന്മയും തിന്മയും മാറും. കുട്ടികൾ വീട്ടിൽ ചെന്ന് ചോദിക്കുക അടിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല, പറയും ആവശ്യത്തിനാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ അടി കൊണ്ടയാൾക്ക് ക്ഷമിച്ചാൽ എന്താണ് അതിലൂടെ ലഭിക്കുക? നന്മ ലഭിക്കുക. ഒരു വിമർശനത്തിൻ്റെ അടുത്ത സാധ്യത പറയുന്നത്. അപ്പോൾ പറയാണ്, അപ്പോൾ നിങ്ങൾക്കൊരു നന്മ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു തിന്മ ചെയ്യുന്നു. നിങ്ങൾ ക്ഷമിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നന്മ കിട്ടും. അവിടെയാണ് ഈ വിശ്വാസം വളരെ ശക്തമാവേണ്ടത്. അയാൾക്ക് അടി കിട്ടിയത് ആരുടെ ഖദറാണ്? അള്ളാൻ്റെ ഖദറാണ്. ഈ വ്യക്തിയുടെ തിന്മ അപ്പുറത്തെ ആൾക്ക് നന്മയാക്കാൻ വേണ്ടി ഈ വ്യക്തിയുടെ വിശാല മനസ്സുകൊണ്ട് ചെയ്യാൻ വേണ്ടി പടച്ചോൻ പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ നോക്കേണ്ടത് ആരുടെ ജീവിതം മാത്രമാണ്? നമ്മുടെ ജീവിതം മാത്രമാണ്. അപ്പം ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ചെയ്യുന്ന തിന്മ അള്ളാഹു വേറൊരാൾക്ക് എന്തായിട്ട് ഭവിപ്പിച്ചേക്കാം? നന്മയായിട്ട് ഭവിപ്പിച്ചേക്കാം. അവിടെയാണ് ഖദറിലെ വിശ്വാസം. അത് ആരുടെ നിന്നാണ് ആ സോഴ്സ് വരുന്നത്? ആ സാധനം എവിടെ നിന്നാണ് വരുന്നത്? അള്ളാഹുവിൻ്റെ അടുത്താണ് വരുന്നത്. ഓക്കെ, ഈ ചെയ്യുന്നയാളുടെ തിന്മ അയാൾക്ക് നന്മയായി ഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഇയാൾക്ക് വല്ല എക്സ്ക്യൂസും പടച്ചോൻ്റെ അടുത്ത് കിട്ടുമോ? പടച്ചോൻ്റെ അടുത്ത് വല്ല വിടുതിയോ അല്ലെങ്കിൽ വല്ല
മോചനോ കിട്ടുമോ? ഇല്ല, കിട്ടില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് ശരിക്കും വിമർശനം ചെയ്യിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഓഫ് ഈവിൾ എന്ന് പറയുന്ന വലിയൊരു വിമർശന ലോകമാണ്. അതിനുള്ള ഇഷ്ടംപോലെ വിമർശനം. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദൈവം ഇല്ലെന്നോ വിമർശനങ്ങളും മറുപടി എന്ന്. അതിൽ ഞാൻ പകുതിയോളം ചിലവഴിച്ചിട്ടുള്ളത് ഇതിൻ്റെ വ്യത്യസ്ത ധാരകളെ പറ്റി ഒരു 8 ഉപചോദ്യങ്ങളെങ്കിലും ഞാനതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലേക്കും കടക്കുന്നില്ല. അതിൽ ഉപചോദ്യമായി സീരിയസ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറയും ഒരാൾക്ക് പ്രയാസം ലഭിക്കുന്നുവെങ്കിൽ അള്ളാഹു അതിലൂടെ അവന് നന്മയാണ് ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ അപ്പോൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഫലസ്തീനികൾക്ക് ചെയ്യുന്ന നന്മയല്ലേ? ഇസ്രായേൽ ഫലസ്തീനികളെ പ്രയാസപ്പെടുത്തുന്നതിലൂടെ ഫലസ്തീനികൾക്ക് എങ്ങോട്ട് പോവാം? ഫലസ്തീനികൾക്ക് എങ്ങോട്ട് പോവാം? സ്വർഗത്തിലേക്ക് പോകാം. അപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന എന്താണ്? ആണോ? അല്ല. ഓക്കെ, ഫലസ്തീനികൾക്ക് നന്മ ചെയ്യാനുള്ള ആ സാഹചര്യം ഉണ്ടായി കൊടുക്കുന്ന ഖദർ ആര് മാത്രമാണ് നിശ്ചയിക്കുന്നത്? അള്ളാഹു ആണ്. ആ പ്രവർത്തനത്തെ, ഇസ്രായേലികളുടെ തിന്മയെ മറ്റുള്ളവർക്കുള്ള ഒരു പരീക്ഷണമായി ചേർത്ത് വെച്ചത് ആരാണ്? അള്ളാഹു ആണ്. ഓക്കെ, ഈ ചേർത്തുവെപ്പ് നടത്തിയ അള്ളാഹു ആണ്. അതിൻ്റെ കാരണക്കാരൻ അള്ളാഹു മാത്രമാണ്. മറ്റവർ ചെയ്ത്, ഇസ്രായേൽ ചെറുത് എന്താണ്? തിന്മയാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിന് അവർ ചെയ്ത് തിന്മയാണ്. അതിൽ അവർക്കൊരു എക്സ്ക്യൂസും ഇല്ല. എല്ലാം സൃഷ്ടിച്ച, എല്ലാത്തിൻ്റെയും അധികാരിയായിട്ടുള്ള പടച്ചവൻ നമുക്ക് നൽകുന്ന സംവിധാനങ്ങൾ പോലെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പം പടച്ചു നമ്മളെ പരീക്ഷിക്കുന്ന പോലെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. മനുഷ്യൻ്റെ ഡ്യൂട്ടി അല്ല ഇത്. മനുഷ്യൻ്റെ ഡ്യൂട്ടി എന്താണ്? അവനവന് കിട്ടിയ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ്. മറ്റൊരാൾക്ക് പരീക്ഷണം നൽകാൻ മറ്റൊരാളുടെ മേൽ ഇയാൾക്ക് എന്തില്ല? അധികാരമല്ല. മറ്റൊരാളുടെ മേൽ ഇയാൾക്ക് അധികാരമല്ല. മാത്രമല്ല, ഇയാളുടെ ജോലിയിൽ അത് വരുന്നില്ല. ഇയാളുടെ പരലോകം പരിശോധിക്കേണ്ട, ഇയാളുടെ പരലോകത്തെ വിജയത്തെ പറ്റി ആലോചിക്കേണ്ട സമയത്താണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഓക്കെ, ഈ വിമർശനം മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു, ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഇല്ലേ? എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർത്തു പോവാം. ഓക്കെ അല്ലേ? ഈ ലോകത്ത് അള്ളാഹുവിൽ നിന്ന് എന്ത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ? നന്മ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ അള്ളാഹു എന്ത് ചെയ്തു? തിന്മ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മനുഷ്യൻ തുറന്നു കൊടുത്തു. എന്തിനാണ് മനുഷ്യൻ തുറന്നു കൊടുത്തത്? തിന്മ ചെയ്യാനുള്ള ഓപ്ഷൻ എന്തിനാണ് മനുഷ്യൻ തുറന്നു കൊടുത്തത്? പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. പരീക്ഷിച്ചാലാണ് നീതിയോടെ എന്ത് കൊടുക്കാൻ പറ്റുക? സ്വർഗം കൊടുക്കാൻ പറ്റുക. ആ സ്വർഗത്തിൻ്റെ വാല്യൂ, സ്വർഗത്തിൻ്റെ മൂല്യം ഉയർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളൂ ഇവിടെ പരീക്ഷണം ഏർപ്പെടുത്തിയത്. പരീക്ഷണത്തിന് വേണ്ടി നന്മയും തിന്മയും ഏർപ്പെടുത്തിയത്. ആ മൂല്യം ഉയർത്തേണ്ട ആവശ്യമുണ്ട് അള്ളാഹുവിന്. അത് തീരുമാനിക്കേണ്ടത് ആരാ? അപ്പോൾ ചില ആൾക്കാർ പറയും സ്വർഗത്തിൻ്റെ മൂല്യം അത്രയൊന്നും വേണ്ട, ചെറിയ സ്വർഗ്ഗമാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്താൽ പോരെയെന്ന്. അതാരാ തീരുമാനിക്കേണ്ടത്? അള്ളാഹു. അതിൻ്റെ സൃഷ്ടാവാരാണ്? അള്ളാഹു. അതിൻ്റെ സകല നിർണയാവകാശമുള്ള അള്ളാഹുവിനാണ്. എനിക്കിഷ്ടപ്പെട്ടതുപോലെ അല്ല അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ടോ? ഇല്ല. എൻ്റെ ഇഷ്ടം അവിടെ ഒരു വാല്യൂ അതിനില്ല. അള്ളാഹു സൃഷ്ടിച്ചതിൽ അനീതി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അനീതി ഇല്ല, പക്ഷെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല. അതാണ് ചില ആൾക്കാർ കൺസേൺ. അതിനോട് വല്ല വാല്യൂ ഉണ്ടോ? ഒരു വാല്യൂ ഇല്ല. ഇനി വേറൊരു കാര്യം, ഇതവിടെ അങ്ങനെ കിടക്കുന്നു. ഇനി ഇസ്ലാമിലെ വിധി, ഇപ്പം നമ്മളിവിടെ പറഞ്ഞു നന്മയും തിന്മയും പറ്റി പറഞ്ഞു, നന്മ തിരഞ്ഞെടുക്കുന്ന ആരെന്നൊക്കെ പറഞ്ഞു. ഇസ്ലാമിലെ വിധി എങ്ങനെയാണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇസ്ലാമിലെ വിധി? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു? രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കിതാബത്ത് കഴിഞ്ഞു, നമ്മളെ രേഖ മൊത്തം കഴിഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ രേഖ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ഹിദായത്തിലാകുന്നതും വഴിപിഴവിലാകുന്നതും നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതൊക്കെ ഓൾറെഡി എന്ത് ചെയ്തു? മുന്നേ തന്നെ എന്ത് ചെയ്തു? രേഖപ്പെടുത്തപ്പെട്ടു. അപ്പോൾ നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അല്ലെങ്കിൽ ആ രേഖ കൊണ്ടല്ലേ നമ്മൾ നന്മയും തിന്മയും ചെയ്യുന്നത്? ആ രേഖ കൊണ്ടല്ലേ നമ്മൾ വഴിപിഴവിലും നല്ല വഴിയിലും ആകുന്നത് എന്നല്ലേ ഇസ്ലാം പറയുന്നത്? ഇസ്ലാം അതല്ലേ പറയുന്നത്? ആണോ അല്ലയോ? അള്ളാഹുവിൻ്റെ രേഖ നമ്മളെ മേലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തിക്കുന്ന രേഖ അള്ളാഹുവിൻ്റെ അടുത്തുണ്ട്. ആ രേഖയല്ലേ നമ്മുടെ നന്മക്കും തിന്മക്കും വഴിപിഴവിനും ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നതിനും കാരണം? ഇസ്ലാമിൽ അങ്ങനെ മനുഷ്യന് അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നുള്ള തെളിവുണ്ടോ? ഇസ്ലാമിന് മറ്റൊരു തെളിവുണ്ട്. ഇതിന് തെളിവുണ്ടോ? തെളിവ് പറയാം. അതായത് മനുഷ്യന് തിരഞ്ഞെടുക്കാം. മനുഷ്യനെ തിരഞ്ഞെടുപ്പാണ് അവൻ്റെ ആത്യന്തികമായിട്ടുള്ള കാര്യം തീരുമാനിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പാണ് അള്ളാഹു. ആ തെരഞ്ഞെടുപ്പിൽ അള്ളാഹു ഇൻവോൾവ് ചെയ്യുന്നില്ല. അവനെക്കൊണ്ട് അള്ളാഹു തെരഞ്ഞെടുപ്പിക്കല്ല, അവൻ പോയിട്ട് തിരഞ്ഞെടുക്കുകയാണ് എന്ന് ഇസ്ലാം പറയുന്നുണ്ടോ? പടച്ചവൻ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇന്ന ഹദൈനാഹു സബീൽ. പടച്ചവൻ എന്ത് ചെയ്യുന്നു? വഴി കാണിക്കുന്നു. ഇമ്മ ഷാക്കിറൻ ഇമ്മ ഗഫൂറ. മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത്?
ശുക്ർ ചെയ്യുന്നത് അല്ലെങ്കിൽ കുഫർ ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളാണ് ശുക്രോ കുഫറോ ചെയ്യുന്നത്. അള്ളാഹു തആല വഴി കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. അള്ളാഹു നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, തെരഞ്ഞെടുപ്പിക്കുന്നില്ല, നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നില്ല. അള്ളാഹു നമുക്ക് വഴി കാണിച്ചത് മാത്രമേ ചെയ്യുന്നുള്ളൂ, നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. ഓക്കെ, അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അള്ളാഹുവിന് മുന്നേ അറിയാം. അത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാലേ, നമ്മൾ സമയത്തിൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്നത് അല്ലേ? സമയമില്ലാത്തൊരു സാഹചര്യത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. സ്ഥലമില്ലാത്ത സാഹചര്യത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? സ്ഥലമില്ല, ഒന്നുമില്ല. നത്തിങ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഫിസിക്സിൽ പറയും. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം. അവിടെ അബ്സല്യൂട്ട് നത്തിങ് ആണ്. സ്പേസ് ഇല്ല, ടൈമില്ല, ഒന്നുമില്ല, മാറ്റർ ഇല്ല, ഒന്നുമില്ലാത്തൊരു സാഹചര്യം. നമ്മളോട് ശൂന്യത ആലോചിക്കുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കുക? ഒരു ബ്ലാങ്ക് സ്പേസ് ആലോചിക്കുക അല്ലേ? ഒരു ശൂന്യമായ സ്ഥലം നമ്മൾ പറയൂലേ? ശൂന്യതയിൽ ശൂന്യമായ സ്ഥലമുണ്ടോ? ശൂന്യതയിൽ സ്ഥലം പോലും ഇല്ല. ഒന്നും കൂടെ കാര്യമായിട്ട് ആലോചിക്കണം. ശൂന്യത എന്ന് പറഞ്ഞാൽ എന്തില്ല? ഒന്നുമില്ലാത്ത സാഹചര്യമാണ്. അത് ഫിസിക്സിൽ എന്താണ്? സാധ്യമാണ്. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ സംഭവമായിട്ടുള്ളൂ? ഇല്ല. ചിന്തിക്കാൻ പറ്റുന്നതും ഉൾക്കൊള്ളാൻ പറ്റുന്നതും രണ്ടാ. അള്ളാഹു എന്നൊരു അസ്തത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അള്ളാഹുവിൻ്റെ ദാത്തിനെ പറ്റി, നിലനിൽപ്പിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? അള്ളാഹു എന്നൊരു അസ്തത്തെ പറ്റി ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. കൺസീവ് ചെയ്യാൻ നമ്മൾ പറയും, കഴിയൂല. ഉൾക്കൊള്ളാൻ പറ്റൂലേ? ഉൾക്കൊള്ളാൻ പറ്റും. അത് രണ്ടാണ്. നമുക്ക് താങ്ങാത്തത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയില്ല, ചിന്തിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. പക്ഷെ താങ്ങാത്ത എന്ത് ചെയ്യാൻ കഴിയും? ഉൾക്കൊള്ളാൻ കഴിയും. അത് സാധ്യമാണ്. അങ്ങനെ നമുക്ക് താങ്ങാത്ത, നമ്മുടെ ചിന്തയിൽ ഒതുങ്ങാത്ത പല കാര്യങ്ങളും എന്താണ്? സാധ്യമാണ്. അത്തരമൊരു കാര്യമാണ് സമയത്തിന് അതീതനാവുക എന്ന് പറയുന്നത്. അള്ളാഹു സമയത്തിന് അതീതനാണ്. എന്താ കാരണം? അള്ളാഹുവാണ് സമയത്തെ സൃഷ്ടിച്ചത്. നമ്മൾക്ക് സമയത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. ഫിസിക്സിൽ ടൈം ട്രാവൽ എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളുണ്ട്. ടൈം ട്രാവൽ പറഞ്ഞതാ തിയററ്റിക്കലി സാധ്യമാണ്, തിയറി കൊണ്ടത് നടക്കും. ടൈം ട്രാവൽ പറഞ്ഞാൽ സമയത്തിലൂടെ എന്ത് ചെയ്യുക? പിന്നിലേക്ക് സഞ്ചരിക്കുക. അത് വെച്ച് ഒരുപാട് സിനിമകളും നോവലുകളും കഥകളും ഒക്കെ കാണാൻ കഴിയും. സമയത്തിലൂടെ അങ്ങനെ 1900കളിലേക്ക് പോകുന്നു, 1700കളിലേക്ക് പോകുന്നു, കൂടെ ചരിത്രത്തിൽ ഇടപെടലുകൾ നടത്തുന്നു, ചരിത്രത്തിൽ തിരുത്തുന്നു. തിയറി കൊണ്ട് അത് സാധ്യമാണ്. അഥവാ തിയറി കൊണ്ട് സാങ്കേതികമായിട്ട് അത് സാധ്യമാണ്. നമ്മൾ എത്ര വേഗത സഞ്ചരിക്കണം എന്നറിയോ? ടൈം ട്രാവൽ നടത്തണമെങ്കിൽ പ്രകാശത്തിനേക്കാൾ വേഗത സഞ്ചരിക്കണം. പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. 3 ലക്ഷത്തേക്കാൾ കിലോമീറ്റർ അധികം സഞ്ചരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം ട്രാവൽ ചെയ്യാം. അത്ര വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പേടകം ഉണ്ടാക്കൽ സാധ്യമാണോ? തിയററ്റിക്കൽ സാധ്യമാണോ? തിയററ്റിക്കലി സാധ്യമാണ്. അത് പ്രാക്ടിക്കൽ അല്ല. ഇപ്പോൾ പ്രാക്ടിക്കൽ അല്ല പറഞ്ഞാൽ എന്തോലും വരിച്ചാൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും. ഒന്ന്, ഈ പ്രകാശത്തിൻ്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗതയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇത്രയും വലിയ മാസുള്ള ഇത്രയും വലിയ പേടകം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഭൂമിയിൽ പോലും നിൽക്കാൻ പറ്റില്ല. ആ സഞ്ചാരം കൊണ്ട് നമ്മൾ വേറെ എവിടെ എത്തിയിട്ടുണ്ടാവും, വളരെ ചെറിയ സമയം കൊണ്ട്. പ്രകാശത്തിൻ്റെ വേഗതയിൽ പോകുന്ന സമയത്ത് നമുക്ക് പ്രായമാകൂല. അങ്ങനെ പല കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഇതൊക്കെ തിയററ്റിക്കൽ എന്താണ്? സാധ്യമാണ്. പ്രാക്ടിക്കലാണോ? ഭാവിയിൽ പ്രാക്ടിക്കൽ ആവുമായിരിക്കും എന്ന് പറയാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അത്ര പോലും സാധ്യതയില്ലാത്ത ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള, ഇംപ്രബിൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ തിയററ്റിക്കലി സാധ്യമാണ്. ഓൾമോസ്റ്റ് പറയാം. ടൈം ട്രാവലിനെ പറ്റി ഓൾമോസ്റ്റ് പറയാം. കാരണം ആ ശബ്ദവും പ്രകാശത്തേക്കാൾ വേഗത എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ വേഗതയുള്ള സാധനം പ്രകാശമാണ്. അതിനൊക്കെ വേഗത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തിയററ്റിക്കൽ റെഡ്യൂസ് ചെയ്ത സാധനങ്ങളുണ്ടല്ലോ, അത് പ്രാക്ടിക്കലാക്കിയാൽ അവിടെ ആയിരിക്കും പുതിയ പ്രശ്നം വരിക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു മിനിറ്റോ അല്ലെങ്കിൽ 8 മിനിറ്റ് സഞ്ചരിച്ചാൽ എവിടെ എത്തി? സൂര്യനിലെത്തി പറയുമ്പോൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ആ ഒരു സഞ്ചാരത്തിൻ്റെ ഒരു വേഗത 8 മിനിറ്റ് കൊണ്ട് സൂര്യനിലെത്തി പറയുമ്പോൾ ആലോചിച്ച് നോക്കണം, 15 കോടി കിലോമീറ്ററാണ്. അപ്പോൾ ഇതിൽ പ്രാക്ടിക്കലായിട്ടൊരു 0.00000% എത്ര ശാസ്ത്രം മുന്നോട്ട് പോയാലും അതിലുള്ളൂ. ഓക്കെ, നമ്മളത് വിശദമായിട്ട് പോകില്ല. സിംപിളി പറഞ്ഞിരുന്നതാണ്, സയൻസിൽ തിയററ്റിക്കലി സാധ്യമായ പല കാര്യങ്ങൾ പോലും നമുക്ക് എന്തല്ല, ഇമാജിനബിൾ അല്ല, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാവാം, എസ്പെഷ്യലി സമയത്തിൻ്റെ വിഷയത്തിൽ. ഇനി ഈ സമയം സൃഷ്ടിച്ച പടച്ചോനെ പറ്റി ആലോചിക്കും. ഈ പടച്ചോന് ഈ സമയം വല്ല വിഷയമാണോ? എന്തെങ്കിലും ആണോ?
ഇപ്പം ഇവിടെ തിയററ്റിക്കലി നമുക്ക് പിന്നിലേക്ക് പോകാമെങ്കിൽ പടച്ചവന് പിന്നിലേക്ക് പോകാനോ മുന്നിലേക്ക് പോകാനോ പ്രയാസമുണ്ടോ? ഇതൊരു വഴി മാത്രമാണ്, ഒരു 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 ഡൈമെൻഷൻ മാത്രമാണ് സമയം. അതിൻ്റെ കുറച്ച് മുന്നിലേക്ക് അപ്പുറത്തേക്ക് അറിയാമെന്ന് പറഞ്ഞാൽ പടച്ചവനുള്ള വിഷയമാണോ? ഇല്ല. അപ്പോൾ തെരഞ്ഞെടുക്കുന്ന എന്താ പറയുക, ഇമ്മ ഷാക്കിറോ ഇമ്മ കഫൂറ, ഞാനാണ് ശുക്ർ ചെയ്യുന്നത്, ഞാനാണ് കുഫ്ർ ചെയ്യുന്നത്. ഞാനത് ചെയ്യുമല്ലേ എന്ന് പടച്ചവൻ അറിയാൻ മുമ്പ് വല്ല പ്രശ്നമുണ്ടോ? ഉണ്ടോ? ആലോചിച്ച് നോക്കുക, ഒരു പ്രശ്നമല്ല. ഇനി ഞാനത് ചെയ്യുമോ ഇല്ലയോ എന്ന് പടച്ചവൻ അറിയണമെങ്കിൽ പടച്ചവൻ എന്നെ സ്വാധീനിച്ചേ തീരുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ഇല്ലാതെ എന്നെ വെറുതെ വിട്ട് പടച്ചവൻ അറിയാൻ കഴിയൂലേ? കഴിയൂലേ? സിംപിളി കഴിയും. ഇപ്പോൾ ടൈം ട്രാവലിൻ്റെ ഉദാഹരണം കൊണ്ട് ഞാൻ ഒന്നുകൂടി ഇത് സിമ്പിളായിട്ട് പറയാം. ടൈം ട്രാവലിനെ പറ്റി കാര്യമായിട്ട് അങ്ങനെ ആലോചിക്കേണ്ടതില്ല, പക്ഷേ സിമ്പിൾ ഒന്നും കൂടെ പറയാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ 2025 നിന്ന് ടൈം ട്രാവൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ, സമയത്തിലൂടെ യാത്ര ചെയ്യാം കേട്ടോ. 2025 ഒരാൾ ടൈം ട്രാവൽ ചെയ്തിട്ട് 1950 പോയി, അല്ലെങ്കിൽ വേണ്ട 2075 ഒരാൾ ടൈം ട്രാവൽ ചെയ്ത് പിന്നിലേക്ക് വന്ന് 2025 ഇരിക്കുന്ന നമ്മളെ കണ്ടു വിചാരിക്കുക, നമ്മളിങ്ങനെ ചെയ്യുന്നത് കണ്ടു. എന്നിട്ട് അയാൾ ഇവിടെ വന്നിട്ട് പോയി, ഈ QRF പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, അയാൾ പുറത്തേക്ക് പോയി അയാളെ പേടകത്തിൽ എന്ത് ചെയ്തു, 2075 തിരിച്ചു പോയി. ഇപ്പോൾ അല്ല 75 എന്നുള്ളത് മാറ്റുന്നത് 1975 ആക്കട്ടോ, ബാക്കിലേക്ക് പോവുക. ഓക്കെ, അതായത് ഒരു 50 കൊല്ലം പിന്നിൽ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കണ്ടു, നമ്മളെ കണ്ടിട്ട് എന്ത് ചെയ്തു, പിന്നിലേക്ക് യാത്ര പോയി. ഇപ്പോൾ എവിടെ അയാൾ നിൽക്കുന്നത്? 1975 ഇപ്പോൾ 1975 ഇരിക്കുക അയാൾക്ക് എന്തറിയാം? 2025 നമ്മളെ കാര്യങ്ങൾ അറിയാം എന്ന് വെച്ച് അയാളുടെ കാഴ്ചയാണോ നമ്മളവിടെ ഇരുത്തുന്നത്? അയാളുടെ അറിവാണോ നമ്മളവിടെ ഇരുത്തുന്നത്? മനസ്സിലായോ? സാധനം മനസ്സിലായോ? അതായത് അയാൾക്കിതിപ്പോൾ മുമ്പേ അറിയാം, ഇപ്പോൾ അയാൾ എവിടെ ഇരിക്കുന്നത്? 1975. അയാൾക്കത് അവിടെ ഇരുന്നുകൊണ്ട് അറിയാം 2025 നമ്മൾ എവിടെ കൂടും, QRF കൂടുന്ന അറിയാം. അയാൾക്കത് മുമ്പേ അറിയാം എന്നത് കൊണ്ടാണോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? ആ പടച്ചവന്റെ ഇൽമ് കൊണ്ടാണോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്? അല്ല, പടച്ചവൻ നമുക്ക് എന്ത് നൽകിയിട്ടുണ്ട്? സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? ഖുർആൻ പറയുന്നു, നമ്മളായിട്ട് പറയുന്നതല്ല, ഖുർആൻ പറയുന്നത് മനുഷ്യൻ നൽകിയിട്ടുണ്ട്, സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇന്നാ ഹദൈനാഹു സബീൽ, ഞാൻ എന്ത് ചെയ്തു, അവന് വഴി കാണിച്ചു കൊടുത്തു. ഇമ്മാ ഷാക്കിറൻ, അവന് ശുക്രിയ, അവന് കുഫ്രിയ, അവന് സ്വാതന്ത്ര്യം കൊടുത്തു. ഇനി ഇവിടെ അല്ല, വേറെ സ്ഥലത്ത് പറയുന്നത് വൽ നബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്, കുറേ കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. വല നബ്ലുവന്നക്കും എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. ഒറ്റ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് പരീക്ഷണം ഉണ്ടോ? നമുക്ക് അല്ലാഹു ഒരു പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മൾ അവിടെ കൊണ്ടുപോയി ഇടുമെങ്കിൽ പരീക്ഷണം ഉണ്ടോ? നമുക്ക് ഇല്ല. പരീക്ഷണത്തെ പറ്റി ഇഷ്ടംപോലെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയുമോ? പരീക്ഷണം ഉണ്ടെന്നത് പറയാനുള്ള കാരണം എന്താ? നമുക്ക് ഒന്നിലധികം വഴികളിലൂടെ പോകൽ സാധ്യമാണ്, ആ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാണ് പരീക്ഷണം എന്ന ഒറ്റ പ്രയോഗം കൊണ്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 2 വിമർശനത്തെ പറ്റി ചെയ്തു. ഒന്ന്, എല്ലാ നന്മകളുള്ള അല്ലാഹു ആണെങ്കിൽ ഈ ലോകത്ത് എങ്ങനെയാണ് തിന്മകൾ സംഭവിക്കുന്നത് എന്ന് പറയുന്ന കാര്യം, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന തിന്മകളൊക്കെ അള്ളാഹു ജയിപ്പിച്ചല്ലേ എന്നുള്ള കാര്യം അതിൻ്റെ ഒപ്പം പറഞ്ഞു. രണ്ടാമത് ഇപ്പോൾ പറഞ്ഞ വിമർശനം, നമ്മളുടെ വിധി അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഖലാ ഖദർ എന്ന് പറയുന്ന കാര്യം അള്ളാഹുവിന് മുമ്പ് അറിയാമെന്നുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ അറിവ് കാരണമല്ലേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അള്ളാഹുവിൻ്റെ അറിവാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനം എന്ന വിമർശനത്തെ ഡീൽ ചെയ്തു. ഇത് രണ്ടും ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വിശദീകരിക്കേണ്ടതോ ഉപചോദ്യങ്ങളുണ്ടോ അതിൽ? അള്ളാഹുവിൻ്റെ അറിവ് കാരണമല്ലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, അള്ളാഹു ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടാണോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? അതും തിന്മയുടെ വിഷയം ക്ലോസ്ഡ് ആണോ? ആണല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ആയത്ത് അല്ലാഹു തആല പറയുന്നു, കദാലിക യുദില്ലുല്ലാഹു മയ്യശാ വയഹ്ദി മയ്യശാ. അപ്രകാരം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴി പിഴപ്പിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അപ്പം ഈ ഹിദായത്തിലും വഴികേടിലൊക്കെ നമുക്കുള്ള റോളുണ്ടോ? അടുത്ത ചോദ്യം. അള്ളാഹു പറയുന്നു ആരെ അവൻ വഴിയിലാക്കുക? മയ്യഷ, ഉദ്ദേശിക്കുന്നവരാണ് വഴികേടിലാക്കുക. ആരെയാണ് സന്മാർഗത്തിലാക്കുക? മയ്യഷ, അവൻ ഉദ്ദേശിച്ചവരാണ്. അപ്പോൾ പിന്നെ പഠിച്ച മാത്രമല്ല തീരുമാനിക്കുന്നത്. കോനിയൂർ ഓക്കെ. അപ്പോൾ രാഘവനാർ അത് മാത്രം വായിച്ചിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ, അതാ പ്രശ്നം.
കദാലിക്ക എന്നുള്ളത് മുമ്പ് പറയുന്ന നരകത്തെ വിശദീകരിക്കുകയാണ്. നമുക്കറിയുന്ന സൂറത്താണ്, മുദ്ദസിറാണ്. നരകത്തിൻ്റെ 18 കാവലാളൊക്കെ പറ്റി പറയുന്ന ആയത്തുണ്ടല്ലോ. അതിന് മുമ്പും നന്ദികേട് കാണിച്ചവരെ പറ്റി പറയുന്നുണ്ട്. പിന്നെ മുമ്പ് ഇദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, ഖാലിദ് ബിൻ വലീദിൻ്റെ ഉപ്പ വലീദ് ബിൻ മുഗീറ പ്രവാചകൻ്റെ അടുത്ത് ഇത് കാണിച്ചല്ലോ. അതിനെപ്പറ്റി പറഞ്ഞ് ശേഷം നരകത്തെ പറ്റി പറഞ്ഞിട്ടാണ് ഈ ആയത്ത് പറയുന്നത്. അതിലേക്ക് ചേർത്ത് വെക്കുന്നതിനേക്കാൾ നമുക്കിതിൽ വേറെ പാഠങ്ങളുണ്ട്. എന്തുകൊണ്ട് പ്രശ്നം? ഇതിലെന്താ പ്രശ്നം? അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും. എന്താ പ്രശ്നം? അള്ളാഹു ഒരാളെ നല്ലവനാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും? അയാൾക്ക് അതിലുള്ള ക്വാളിറ്റി, നമ്മൾ മനുഷ്യന്മാരെ പോലെ പടച്ചോനെ കാണുന്ന ഇത്തരം വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നാണ്. മനുഷ്യന്മാരെ പോലെ എന്ത് ചെയ്യും? പടച്ചോനെ കാണും. അതാണ് അടിസ്ഥാനം. അപ്പം അള്ളാഹു ആരാണ്? മനുഷ്യനെ പോലെ തെറ്റുകൾ സംഭവിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പം ഞാനാണ് ഹിദായത്ത് ഉദ്ദേശിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ കുറേ കുടുംബക്കാർ കയറുമല്ലോ. നമ്മൾ ഓരോരുത്തർക്കും ആ പ്രശ്നമുണ്ട്. നമ്മൾ നീതിമാന്മാരാണോ എല്ലാവരും? പൂർണ്ണമായിട്ട് എത്ര നീതി കാണിച്ചാലും ചെറിയ രീതിയിലെങ്കിലും എന്ത് ചെയ്യും? നമ്മളെ അനീതി വരും, സംഭവിച്ചു പോകും. മനുഷ്യൻ്റെ പ്രകൃതി അതാണ്. പടച്ചോൻ നമ്മൾ അങ്ങനെ കാണുന്നത്. പടച്ചോൻ ഉദ്ദേശിക്കുന്ന പടച്ചോനെ സ്വന്തക്കാരെ കയറ്റി വിടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. അല്ലെങ്കിൽ പടച്ചോൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ അനീതി വരില്ലേ? കാരണം നമുക്ക് മനുഷ്യന്മാരെ അറിയുള്ളൂ. ഉദ്ദേശിക്കുന്നവർ അനീതി പ്രവർത്തിക്കുന്നവരാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. ഇവിടെ പടച്ചോൻ ആരാ? വലാ യുദ്ലമൂന ഫത്തീല, വലാ യുദ്ലമൂന നഖീറ, വലാ യുദ്ലമൂന ഖലീല. എന്താ പടച്ചോനോടൊക്കെ പറയുന്നത്? ഫത്തീല എന്ന് പറഞ്ഞാലും നഖീറ എന്ന് പറഞ്ഞാലും ഖലീല എന്ന് പറഞ്ഞാലും ഒക്കെ എന്താ? തരിമ്പ് എന്നുള്ളതിനും ചെറുത് എന്നുള്ളതിനും അറബിയിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത പദങ്ങളാണ്. പടച്ചോൻ വ്യക്തമായിട്ട് പറയുന്നു, അത്ര പോലും എന്ത് ചെയ്യൂല? അനീതി കാണിക്കൂല. പിന്നെ ഒരു അണുമണി തൂക്കം പോലും എന്ത് ചെയ്യൂല? അനീതി കാണിക്കൂല. അള്ളാഹു തആല എന്ത് ചെയ്യുന്നു? വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പം അങ്ങനെ പറയുന്ന അള്ളാഹു, ആ പ്രകൃതത്തിലുള്ള അള്ളാഹുവിനെ എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. അത്രയും നീതിമാനായിട്ടുള്ളൊരു അള്ളാഹു ഹിദായത്തിലാക്കുന്നത് അവൻ ഉദ്ദേശിച്ചവരാന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശത്തിന് മുന്നിൽ എന്തുണ്ടാവും? നീതി ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും. ഹിദായത്തിലാക്കേണ്ട ആളുകളെ അള്ളാഹു തആല ഹിദായത്തിലാക്കോളൂ. വഴിപിഴവിലാക്കേണ്ട ആളുകളെ അള്ളാഹു തആല വഴിപിഴവിലാക്കോളൂ. ഇത് നമുക്ക് എവിടുന്നാണ് കാണാൻ കഴിയുക? ഇപ്പോൾ അള്ളാഹു തആല പറയുന്നുണ്ട്, ആരെ അള്ളാഹു തആല ഹിദായത്തിലാക്കുന്ന അള്ളാഹു തആല പറയുന്നുണ്ട്, വയഹ്ദി ഇലൈഹി മയ്യുനീബ്. അള്ളാഹു ഉദ്ദേശിച്ചവരെ ഹിദായത്തിലാക്കോളൂ. ആ ഉദ്ദേശം ആർക്കാ കൊടുക്കുന്നത്? മയ്യുനീബ്. അള്ളാഹുലേക്ക് ആരാണോ മടങ്ങിയത് അവനെ അള്ളാഹു തആല ഉദ്ദേശിക്കോളൂ. അപ്പം അള്ളാഹു തആല ഉദ്ദേശിച്ചവർക്ക് ഹിദായത്തിട്ടുള്ളൂ. പക്ഷെ ആ ഉദ്ദേശത്തിന് പിന്നിൽ എന്ത് വേണം? ആ ആൾക്കൊരു ക്വാളിറ്റി ഉണ്ടാവണം. ആ ക്വാളിറ്റി ഉള്ള ആളെ പറ്റി അള്ളാഹു ഉദ്ദേശിക്കുള്ളൂ. കാരണം അള്ളാഹു ആരാണ്? നീതിമാനാണ്. ഒരു തരിമ്പ് പോലും നീതി കാണിക്കാത്തവനാണ്. അപ്പം അവൻ ആരെങ്കിലുമൊക്കെ ഉദ്ദേശിക്കുമോ? അങ്ങനെ കണ്ണടച്ചിട്ട് ഒരാളെ സെലക്ട് ചെയ്യുക, അതൊന്നുമല്ല. അള്ളാഹു അല്ലേ. നമ്മൾ മനുഷ്യന്മാരെ പോലെ അള്ളാഹുവിനെ കാണുന്നതിൻ്റെ പ്രശ്നമാണ് എന്ത് ചെയ്യുന്നത്? കേൾക്കുമ്പോഴത്തേനൊരു അള്ളാഹു ഉദ്ദേശിക്കുന്നവർ ഹിദായത്തിലാക്കുന്നുണ്ട്, എങ്ങനെ ശരിയാവുന്നുള്ള തോന്നി വരാനുള്ള കാരണം എന്താ? വമാ ഖദറുല്ലാഹി ഹഖ ഖദരിഹി. അള്ളാഹുവിനെ അവരെന്ത് ചെയ്തിട്ടില്ല? കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. അതാണ് വിമർശനങ്ങളിൽ ഭൂരിഭാഗം വിമർശനങ്ങളുടെയും പിന്നിൽ വരുന്ന കാര്യം. അതാണ് വമാ ഖദറുല്ലാഹി ഹഖ ഖദരിഹി. അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. മനുഷ്യനായിട്ടോ ഏതെങ്കിലും ജഡ്ജായിട്ടോ ഈ ലോകത്ത് ആരെങ്കിലുമൊക്കെ ആയിട്ട് പടച്ചവനെ താരതമ്യം ചെയ്യും. ഇങ്ങോട്ട് അങ്ങനെ അനീതി അള്ളാഹുവിനും സംഭവിക്കുമല്ലോ എന്നുള്ളൊരു ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പം അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കോളൂ. ആ ഉദ്ദേശിക്കുന്നവരുടെ ക്വാളിറ്റി എന്താണ്? മയ്യുനീബ്. അവർ അള്ളാഹുലേക്ക് മടങ്ങിയവനായിരിക്കും. അടുത്ത ആയത്തിൽ പറയുന്നു, വല്ലദീ ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. എന്നിലേക്ക് ആരാണോ ജിഹാദ് ചെയ്ത് ധർമ്മസമരം ചെയ്ത് എന്നിലേക്ക് വന്നത് അവൻ ഞാൻ എന്ത് ചെയ്യും? ഹിദായത്ത് കൊടുക്കും. അവ ജിഹാദ് ചെയ്യുന്നുണ്ടോ, ധർമ്മസമരം ചെയ്യുന്നുണ്ടോ, അള്ളാഹുലേക്ക് മടങ്ങുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഹിദായത്ത് തരും. ഇനി അള്ളാഹു തആല കുറച്ച് ആൾക്കാർ ഹിദായത്ത് കൊടുക്കൂല എന്ന് പറയുന്നുണ്ട്. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമി ളാലിമീൻ, ഫാസിഖീൻ, കാഫിരീൻ ഇതൊക്കെ പറയുന്നുണ്ട് അള്ളാഹു തആല. ഫാസിഖീങ്ങൾക്ക് കൊടുക്കൂല, കാഫിരീങ്ങൾക്ക് കൊടുക്കൂല, ളാലിമീങ്ങൾക്ക് കൊടുക്കൂല. എന്താ അതിൻ്റെ അർത്ഥം? എന്തുകൊണ്ട് കൊടുക്കൂല? ഇവർക്ക് കൊടുക്കുന്ന എന്തുകൊണ്ട്? അവരെന്ത് ചെയ്തു? മടങ്ങി ജിഹാദ് ചെയ്തു. അതുകൊണ്ട് ഇവർക്ക് കൊടുക്കും. ആർക്കെങ്കിലും അല്ല കൊടുക്കുന്നത്, മടങ്ങിയവനാണ് കൊടുക്കുന്നത്. ജിഹാദ് ചെയ്തവനാണ് കൊടുക്കുന്നത്. ആർക്കെങ്കിലും അല്ല കൊടുക്കാതിരിക്കുന്നത്. അന്നെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തരുന്നില്ല, അല്ലെങ്കിൽ ഇന്ന കൂട്ടത്തിൽപ്പെട്ടാൽ അതുകൊണ്ട് തരുന്നില്ല. അതല്ല. എന്തുകൊണ്ട് തരുന്നില്ല? എന്തായി? ലാലിമായി, അക്രമം ചെയ്തു, കാഫിറായി, കുഫ്ർ ചെയ്തു. കുഫ്ർ എന്ന് പറഞ്ഞാൽ എന്താ? സത്യനിഷേധ. സത്യത്തെ കണ്ടിട്ടും കണ്ണടച്ചു, തരില്ല. പിന്നെ ഫാസിഖീൻ എന്താ കാണിച്ചത്?
തെമ്മാഴിത്തം, തോന്നിവാസം കാണിച്ചു. അപ്പം ഈ ലോകത്ത് അക്രമം ചെയ്യുന്ന, തോന്നിവാസം ചെയ്യുന്ന, കുഫർ ചെയ്യുന്ന ആൾക്ക് അള്ളാഹു എന്ത് ചെയ്യൂല? ഹിദായത്ത് തരൂല. അനീതി ഉണ്ടോ ഇതിൽ? അനീതി ഉണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ വന്നിട്ട് അധ്യാപകൻ കുറച്ച് മിഠായി ടേബിളിൽ വെച്ചു. നിങ്ങൾ അധ്യാപകൻ പറയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത ആൾക്കാർക്ക് ഈ മിഠായി തരൂല. ഇപ്പോൾ ക്ലാസ്സിൽ ഉറക്ക ശബ്ദം ഉണ്ടാക്കിയ ആൾക്ക് ഈ മിഠായി തരില്ല. അധ്യാപകൻ അനീതിമാനാണെന്ന് അതിൻ്റെ അർത്ഥം ആണോ? അല്ലെങ്കിൽ ഇന്ന പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്ക് ഈ മിഠായി തരില്ല എന്ന് പറഞ്ഞാൽ അനീതിമാനാണെന്നാണ് അർത്ഥം? അല്ല. ആ കണ്ടീഷൻ വെക്കുന്നത് കൊണ്ട് ഇയാളെ നീതി പോകുന്നുണ്ടോ? ഇല്ല. അതിനൊരു വേറൊരു അർത്ഥം കൂടി ഉണ്ട്. നിനക്ക് ഞാൻ തരുമായിരുന്നു, പക്ഷെ നീ എന്ത് ചെയ്തു? അതിൻ്റെ ആ ക്വാളിഫിക്കേഷൻ താഴത്തേക്ക് പോയി നിന്റെ പ്രവർത്തനം കൊണ്ട്. ലുൽമ ആരുടെ അടുത്തുനിന്നാ? മനുഷ്യൻ്റെ അടുത്തുനിന്നാണ്. കുഫർ ആരുടെ അടുത്തുനിന്നാ? മനുഷ്യൻ്റെ അടുത്തുനിന്നാണ്. ഫുസൂഖ് ആരുടെ അടുത്തുനിന്നാ? ആ മനുഷ്യൻ്റെ അടുത്താണ്. അള്ളാഹു താല അതേപോലെ മറ്റൊരായത്തിൽ അള്ളാഹു താല പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോടാണ് അക്രമം പ്രവർത്തിക്കുന്നത്, അള്ളാഹു അക്രമം പ്രവർത്തിക്കുന്നവനല്ല. ഓക്കെ, അത്തരം ഒരുപാട് ആയത്തുകൾ അള്ളാഹു താല പറയുന്നുണ്ട്. വൈന്നഹും ലി അൻഫുസിഹിം എന്നാണ് അതിൻ്റെ ഭാഗം എന്നാണ് ഓർക്കുന്നത്. അള്ളാഹു താല വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവരവരുടെ സ്വന്തത്തോടാണ് അക്രമം ചെയ്യുന്നത്, ഞാനല്ല അക്രമം ചെയ്തത്. ആ പ്രയോഗം തന്നെ അള്ളാഹു താല എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വ്യക്തമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹിദായത്തിൻ്റെ വിഷയം ക്ലിയർ ആയോ? അപ്പോൾ ആരുടെ പ്രവർത്തനം കൊണ്ടാ? അടുത്ത വിമർശനം ഉണ്ട് കേട്ടോ, ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട്. ആരുടെ പ്രവർത്തനം കൊണ്ട് അള്ളാഹു താല ഹിദായത്ത് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും? മനുഷ്യൻ്റെ പ്രവർത്തനം കൊണ്ട്. അപ്പോൾ അടുത്ത ആയത്ത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവെ, സബ്ബിത് ഖൽബി അലാ ദീനിക്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത്? ഹൃദയത്തെ മാറ്റിമറിക്കുന്നത്. സംശയമല്ല. ഇതിൽ വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ഇപ്പം നമുക്കേ വഴികേടിലാകാൻ പോലും പറ്റൂല ആരുടെ അനുവാദം അല്ലാതെ, അള്ളാഹുവിൻ്റെ അനുവാദം അല്ലാതെ. കുഫറിലേക്ക് എത്താൻ പോലും പറ്റൂല ആരുടെ അനുവാദം അല്ലാതെ, അള്ളാഹുവിൻ്റെ അനുവാദം അല്ലാതെ. കാരണം എന്താ? ഇത് സകലതും സംഭവിപ്പിക്കുന്നവൻ ആരാ? മലക്കിന് കുഫർ ചെയ്യാൻ പറ്റുമോ? ശിർക്ക് ചെയ്യാൻ പറ്റുമോ? അതെന്തുകൊണ്ടാ? അള്ളാഹു അനുവാദം കൊടുക്കാത്തതുകൊണ്ടാണ്. ഇതും കൂടി ഖദറിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മളുടെ ഹൃദയം, ഒരാൾ ഹിദായത്തിലാണ് ഹൃദയം, ഇയാൾ വഴിപിഴവിലാകണമെങ്കിൽ പോലും ആരും ഉദ്ദേശിക്കണം? അള്ളാഹു ഉദ്ദേശിക്കണം. അതാണ് കഴിഞ്ഞ ആയത്തിൽ പറയുന്നത്, യഹ്ദി മയ്യശാ വൈ യുളില്ലു മയ്യശാ എന്ന് പറയുന്നത് എന്താണ്? അവൻ ഉദ്ദേശിച്ചാലേ വഴിപിഴവും സംഭവിക്കുള്ളൂ. എല്ലാം ആത്യന്തികമായി അവൻ്റെ ഉദ്ദേശത്തിലും അവൻ്റെ അനുവാദത്തിലും മാത്രമേ സംഭവിക്കുള്ളൂ. അതിന് ഹേതുവാകുന്ന ആരുടെ പ്രവൃത്തിയാണ്? മനുഷ്യരുടെ പ്രവൃത്തിയാണ്. ക്ലിയറായി വിചാരിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയം നന്മയിലേക്ക് മാറണമെങ്കിലും അത് വിചാരിക്കണം, തിന്മയിലേക്ക് മാറണമെങ്കിലും അള്ളാഹു വിചാരിക്കണം, രണ്ടിലേക്ക് മാറണമെങ്കിലും അള്ളാഹു വിചാരിക്കണം. പക്ഷെ അള്ളാഹു വെറുതെ വിചാരിക്കുമോ? വെറുതെ ഇങ്ങനെ തമാശക്ക് ഓരോ ദിവസം മാറ്റുമോ? ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ വെറുതെ എങ്ങനെ രാവിലെയൊക്കെ വൈകുന്നേരമൊക്കെ മാറ്റുമോ? മാറ്റൂല. ആ മാറ്റാൻ, നന്മയിലേക്ക് മാറ്റാനും തിന്മയിലേക്ക് മാറ്റാനും ഇയാളുടെ പ്രവർത്തനമാണ് അവിടെ കാരണമാകുന്നത്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. കാരണം ഇത്ര മനസ്സിലാക്കിയാൽ മതി, അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു തരിമ്പ് പോലും എന്ത് സംഭവിക്കൂല? അനീതി സംഭവിക്കും. വെറുതെ അള്ളാഹു എന്തെങ്കിലും ചെയ്യൂല. ചെയ്യുന്നുണ്ടെങ്കിൽ നീതിയോടെ അതിനൊരു കാരണം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണം. യെസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത്. അഥവാ അള്ളാഹു എന്ത് ചെയ്യുന്നില്ല? അവരോട് അക്രമം ചെയ്യുന്നില്ല. വലാക്കിൻ അൻഫുസഹും യദ്ലിമൂൻ, അവരാണ് സ്വന്തത്തോടെ എന്ത് ചെയ്യുന്നത്? അക്രമം പ്രവർത്തിക്കുന്നത്. ഓക്കെ, സൃഷ്ടിപ്പിൽ വന്ന കുഴപ്പമില്ലേ എന്ന് ഉദ്ദേശിച്ചാൽ, യെസ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെടുന്ന എന്തിലാണ്? ശുദ്ധ പ്രകൃതിയിലാണ്. ശുദ്ധ പ്രകൃതിയിലുള്ള ആളുകളിൽ പല ആളുകളിലും പല പ്രവണതകളും കൂടുതലൊക്കെ ഉണ്ടാവും. ചില ആളുകളിൽ തെറ്റിനോടൊരു പ്രവണത കൂടുതലുണ്ടാവും. ചില ആൾക്കാർക്കൊരു സൗമ്യത തന്നെ പ്രകൃതത്തിലുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു സൗമ്യനാണ്. മറ്റാൾക്കാർ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു, ഇപ്പോൾ ദീനി മാർഗത്തിലാണെങ്കിൽ പോലും ഒരു പരുഷനാണ്. പ്രകൃതത്തിൽ തന്നെ വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവും. ഇവരോട് അല്ലാഹു തആല നീതിയോടെ പെരുമാറുള്ളൂ. ഇപ്പോൾ പ്രകൃതത്തിൽ തന്നെ ഒരു തെറ്റിനോടുള്ളൊരു സഹജ സ്വഭാവം, സഹജമായിട്ടൊരു ഒരു ഒരു ആകർഷണം കൂടിയ ആൾക്ക് അല്ലാഹു തആല അവനെ അളക്കുന്ന അല്ലാഹു തആല വേറൊരു അളവ് പോലായിരിക്കും. ഈ ജന്മനാ സൗമ്യനായിട്ടുള്ള ഒരാളോട് അല്ലാഹു തആല അളക്കുന്നത് വേറെ രീതിയിലായിരിക്കും. രണ്ടും രണ്ടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അളക്കുന്നത് രണ്ടും രണ്ട് രീതിയിലാണ്. അതും ഇതിൻ്റെ വേറൊരു അത്ഭുതമാണ്. അല്ലാഹു തആല എല്ലാവർക്കും നൽകുന്ന ചോദ്യപേപ്പറും എല്ലാവർക്കും മാർക്ക് ഇടുന്നതും ഒരുപോലെയല്ല. ഇപ്പോൾ ഒരാളോട് സൗമ്യമായി പെരുമാറുക എന്നുള്ളത് ഈ രണ്ടു പേർക്കും രണ്ട് ടൈപ്പ് ടാസ്ക് ആയിരിക്കും. ഇപ്പോൾ ഒരു വളരെ പ്രശ്നവത്തായിട്ടുള്ള സാഹചര്യത്തിൽ ഈ രണ്ടു പേരും സൗമ്യമായി പ്രതികരിക്കണം.
രണ്ടുപേർക്കും ഒരേപോലത്തെ ടാസ്ക് ആയിരിക്കില്ല. മറ്റേ ആൾക്ക് ഇത് ലളിതല്ല, അയാളുടെ നേച്ചറാണ് എന്ത് സൗമ്യമായിട്ട് പ്രകൃതം എന്ന് പറയുന്നത്. മറ്റേ ആൾക്ക് ഭയങ്കര ക്ഷമ ആവശ്യമാണ്. ആ ക്ഷമയുടെ ആഴം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അയാൾക്ക് പ്രതിഫലം കൂടും. മറ്റേ ആൾക്ക് ഒരു പക്ഷേ വലിയ പ്രതിഫലം ഇന്ന് ഒരു പക്ഷേ ആ സമയത്ത് ക്ഷമിക്കുന്നതുകൊണ്ട് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം എന്താ, അയാൾ റിസ്ക് കൂടുതൽ എടുക്കുന്നില്ല. ഇപ്പോൾ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അവരുടെ കൽബുകൾ ക്ഷമക്ക് വേണ്ടി ട്രെയിൻ ചെയ്താന്ന് പറയുന്നുണ്ട്, ക്ഷമക്ക് വേണ്ടി പരീക്ഷിക്കപ്പെട്ടാന്ന് പറയുന്നുണ്ട്. ക്ഷമക്ക് വേണ്ടി പരീക്ഷിക്കപ്പെട്ട ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ റിസ്ക് എടുത്ത് ക്ഷമിക്കുന്നതാണ് അർത്ഥം. ഇപ്പോൾ അതിൻ്റെ തഫ്സീർ തന്നെ നമുക്ക് അമാനുവലിൻ്റെ തഫ്സീർ കാണാൻ കഴിയും. ഉമർ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഒരു സ്വഹാബി ചോദിക്കുകയാണ്, രണ്ട് മനുഷ്യരുണ്ട് ഉമർ അള്ളാഹുനു, രണ്ട് മനുഷ്യരുണ്ട് യാ അമീറുൽ മുഅ്മിനീൻ. ഒരാളെന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ്, അയാൾ തിന്മ ചെയ്യുന്നില്ല. മറ്റൊരാൾ തിന്മ ചെയ്യാൻ ആഗ്രഹമില്ല, അയാൾ തിന്മ ചെയ്യുന്നില്ല, തിന്മ ചെയ്യാൻ ആഗ്രഹമില്ല, തിന്മ ചെയ്യുന്നില്ല. ഇതിൽ ആരാണ് മുമ്പിൽ, തഖ്വയിൽ മുമ്പിൽ നിൽക്കുന്ന ഉമർ അള്ളാഹു മറുപടി വെക്കുന്നുണ്ട്, തിന്മ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളാണ്. നിങ്ങൾ ഉമർ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആയത്തിനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് ഉമർ അള്ളാഹു പറയുന്നുണ്ട്, അവരാണ് ക്ഷമക്ക് വേണ്ടി ഹൃദയം പരീക്ഷിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് ഹൃദയത്തെ കൊണ്ട് ക്ഷമിക്കുന്ന ആളുകളായിട്ട് മാറിയ ആളുകളാരാണ്, അവരാണ്. അഥവാ ഓരോരുത്തർക്കും വ്യത്യസ്തമായ പരീക്ഷണങ്ങളാണ്, ഓരോരുത്തർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള മൂല്യവും പ്രതിഫലവും വ്യത്യസ്തമാണ്. ദാനധർമ്മത്തിലൊക്കെ വളരെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇപ്പോൾ 1,00,000 രൂപ വരുമാനമുള്ള ഒരാളും 10,000 രൂപ വരുമാനമുള്ള ആളും 100 രൂപ കൊടുക്കുന്നുവെങ്കിൽ 2 100 രൂപൻ്റെ വാല്യൂ ഒന്നല്ല. 1,00,000 രൂപ വരുമാനമുള്ള ആളുടെ 100 രൂപൻ്റെ 10 ഇരട്ടി മൂല്യമുണ്ട് 10,000 രൂപയുടെ വരുമാനമുള്ള ആളുടെ 100 രൂപക്ക്. ഇത് ആർക്കേ അറിയുള്ളൂ, അള്ളാഹുവിനെ അറിയുള്ളൂ. അതാണ് അള്ളാഹുവിൻ്റെ നീതി എന്ന് പറയുന്നത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലോകത്ത് നമുക്ക് കണക്കൂട്ടിക്കൊണ്ട് ഒരാളെ സ്വർഗത്തിലോ ഒരാളെ നരകത്തിലോ ആക്കാൻ പറ്റൂല. അത് ഹൃദയങ്ങൾ അറിയുന്ന പടച്ചവന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആത്യന്തികമായി നമ്മളെ നേച്ചറിൽ ഡിഫറൻസ് ഉണ്ട്, നേച്ചറിൽ വ്യത്യാസങ്ങളുണ്ട്, പ്രകൃതങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. ആ പ്രകൃതങ്ങളിലെ വ്യത്യാസങ്ങൾ പരിഗണിച്ചിട്ടേ അള്ളാഹു നമ്മളെ വിലയിരുത്തൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചെന്താണ്, നമുക്ക് ഹിദായത്ത് കിട്ടുന്ന നമ്മൾ വഴികേടിലാകുന്നതും നമ്മുടെ എന്തുകൊണ്ടാണ്, പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. നമ്മൾ നല്ലത് ചെയ്താൽ അള്ളാഹു നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മടങ്ങുന്നുണ്ടെങ്കിൽ, ജിഹാദ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹു തആല ഹിദായത്തിലാക്കും. നമ്മൾ കുഫറും ദുൽമും ഫുസൂഖൊക്കെ ചെയ്യുന്നെങ്കിലോ എവിടെ എത്തിക്കും, ദുലാലത്തിലേക്ക് എത്തിക്കും. അപ്പോൾ അള്ളാഹു തആലയുടെ മറ്റൊരായത്ത്, വല്ലാഹു ഖലഖക്കും. അപ്പം നിങ്ങളെ സൃഷ്ടിച്ചാരാണ്, അള്ളാഹു. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സൃഷ്ടിച്ചാരാണ്, അള്ളാഹു. അപ്പം ആ പ്രവർത്തനത്തിൻ്റെ സൃഷ്ടാവാരാ, അള്ളാഹു. അപ്പോൾ പ്രവർത്തനം ആത്യന്തികമായിട്ട് എവിടെ നിന്നാണ് വരുന്നത്, അള്ളാഹുവിൻ്റെ അടുത്ത്. നമ്മൾ കുഫറും ഫുസൂഖും ളുൽമും ഒക്കെ അള്ളാഹുവിൻ്റെ അടുത്താണോ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതിനാണ്. ലളിതമായിട്ട് നമുക്കൊരു കാര്യം പ്രവർത്തിക്കാൻ പറ്റുന്ന എന്തുകൊണ്ട് മാത്രമാണ്, അള്ളാഹുവിൻ്റെ അനുമതി ഉള്ളത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ പോലും എന്തല്ല, സാധ്യമല്ല. എല്ലാത്തിൻ്റെയും ആത്യന്തികമായ ഉടമസ്ഥനാണ് അള്ളാഹു. അങ്ങനെ മനസ്സിലാക്കണം. ഈ പ്രവർത്തനങ്ങൾ പോലും സൃഷ്ടിച്ചുണ്ടാക്കിയത് ആരാണ്, അള്ളാഹുവാണ്. ഒരു പ്രവർത്തനത്തിന് വേണ്ട സാധനങ്ങൾ തന്ന അള്ളാഹുവാണ്. ഇപ്പോൾ എനിക്ക് ഈ കൈ കൊണ്ട് ഇത് പിടിക്കണമെങ്കിൽ കൈ തന്ന അള്ളാഹുവാണ്, പിടിക്കാനുള്ള മൈക്ക് എന്ന അള്ളാഹുവാണ്, കൈ കൊണ്ട് പിടിക്കാനുള്ള ത്വാക്കത്ത് എന്ന അള്ളാഹുവാണ്. അങ്ങനെ ഒരു പ്രവർത്തനം എൻ്റെ പ്രകൃതത്തിൽ നൽകിയതാരാണ്, അള്ളാഹുവാണ്. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, എല്ലാം അള്ളാഹു നൽകിയതാണ്. പക്ഷെ ഈ പ്രവർത്തനത്തെ തിരഞ്ഞെടുക്കുന്ന ആരാ? ഓക്കെ, എനിക്കിത് പിടിക്കും ചെയ്യാം, പിടിച്ചെറിയും ചെയ്യാം. അതിലെന്താ വെച്ചാൽ ഒന്ന് സുമ്മുൻ ബുക്മുൻ ഉമ്യു എന്ന് പറയുന്ന ആൾക്കാരോട് എന്താ, നമുക്ക് വേറൊരു ഓപ്ഷൻ അല്ല. മൂപ്പര് ഇപ്പം സൂചിപ്പിച്ച ആൾ തന്നെ ഹദീസ് വിവർത്തനത്തെ എഴുതിയതാണ് മൂപ്പരെ കൗമാരത്തിലൊന്തോ. അതേപോലെ ഇസ്ലാം വോള്യത്തിലല്ല എന്നെ ഓർമ്മ, അതിൻ്റെ മുഹമ്മദ് അസ്സദിൻ്റെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇസ്ലാം വോള്യത്തിൻ്റെ പോലത്തെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഇസ്ലാം വോള്യം ആണോ എന്നൊക്കെ സംശയം കേട്ടോ. അതിലെ ഗ്രന്ഥകാരിൽ ഒരാളും മൂപ്പരാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നില്ല, കാതുകൊണ്ട് കേൾക്കുന്നില്ല, ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരാളെ അത് നമുക്ക് കഴിയില്ല. ഇപ്പോൾ ആർക്ക് പോലും സാധിച്ചിട്ടില്ല, പ്രവാചകന് പോലും സാധിച്ചിട്ടില്ല അത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അന്ന് പറഞ്ഞ കാര്യം എന്താ, എന്നാലും നമ്മളുടെ പിതാക്കന്മാർ എത്ര പറഞ്ഞു കൊടുത്താലും പറയും, എന്നാലും നമ്മളുടെ ഉപ്പമാർ, എന്നാലും പഴയ ജനത, എന്നാലും ഇവർ ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, എന്താ ചെയ്യുക? എല്ലാത്തിലും ഇതുണ്ട്. ഇപ്പം നമ്മൾ ഇതേ വിഷയം എന്ത് ചെയ്യുക, ഇപ്പോൾ ഷിർക്കിൻ്റെ വിഷയം എത്ര വ്യക്തമായിട്ട് ഖുർആൻ പറയുന്ന, ഫൈനൽ മസാജിദിലില്ല,
ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. വളരെ വ്യക്തമാണ്, അള്ളാഹുവിന് മാത്രമാണ് പള്ളി. മഅല്ലാഹി അഹദ, അള്ളാഹുവിന്റെ കൂടെ അഹദ, ആരെയും ഫലാ തദ്ഉ, നിങ്ങൾ വിളിക്കരുത്. അപ്പോൾ ഓലെന്ത് പറയും? 4 എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വാറോല കൊണ്ടുവരും. അപ്പം ഇത് കേൾക്കാനും പഠിക്കാനും താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഖുർആനും ഇസ്ലാമും പൂർണ്ണമാണ്, അത്രേ ഉള്ളൂ. ആ പൂർണ്ണതയിലേക്ക് ഒരാൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ലനഹ്ദിയന്നഹും സുബുലന, എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കൂല. ആരൊക്കെ കൊടുക്കുള്ളൂ? അല്ലദീന ജാഹദു ഫീന, ദൈവത്തിന്റെ മാർഗത്തിലും സത്യത്തിന്റെ മാർഗത്തിലും ജിഹാദ് ചെയ്യാൻ, ധർമ്മസമരം ചെയ്യാൻ ഉള്ളുന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ അവൻ എന്തായാലും എന്ത് കിട്ടും? ഹിദായത്ത് കിട്ടും. ബാക്കിയുള്ളവർ നമുക്കൊരു വകുപ്പില്ല. അത് എല്ലാ വിഷയത്തിലും ഈ എന്താ പറയുക, ധിക്കാരം കാണാൻ കഴിയും. ഈ ഷിർക്കിന്റെ വിഷയത്തിലാണെങ്കിലും പാരമ്പര്യത്തിന്റെ വിഷയത്തിലാണെങ്കിലും നിരീശ്വരവാദത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ ധിക്കാരം കാണാൻ കഴിയും. ധിക്കാരത്തിന്റെ രൂപം മാറുമെന്ന് മാത്രം. ഓക്കെ, അതെ, പ്രവാചകന്മാരെ കൊല്ലുപോലും ചെയ്തിട്ടുണ്ടല്ലോ. അതെ, എത്ര ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വല്ലാഹു ഖലഖക്കും മാ തഅമലൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ സൃഷ്ടിച്ചാരാണ്? അള്ളാഹു ആണ്. പക്ഷെ ആ കാര്യം ചെയ്യണമോ ചെയ്യണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആരാ? നമ്മളാണ്. അപ്പം ഇവിടെ പറഞ്ഞ പോലെ മൈക്ക് എനിക്ക് പിടിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യാം, അത് പിടിച്ച് എറിയുകയും ചെയ്യാം. ഈ 2 പ്രവർത്തനം സൃഷ്ടിച്ചാരാ? അള്ളാഹു ആണ് സൃഷ്ടിച്ചത്. ഈ എറിയലിനെ അള്ളാഹുവിനെ അസാധ്യമാക്കി കൂടായിരുന്നോ? അസാധ്യമാക്കി എനിക്ക് എറിയാൻ പറ്റുമോ? പറ്റൂല. അപ്പം ഇതിനെ സാധ്യമാക്കിയത് ഈ പ്രവർത്തനം സൃഷ്ടിച്ചു ആരാണ്? അള്ളാഹുവാണ്. ചെയ്യണോ ചെയ്യണം തീരുമാനത്താരാണ്? നമ്മളാണ്. അപ്പം എന്താ ശരിക്കുള്ള പ്രശ്നം? എന്താ? നമ്മളുടെ ഉദ്ദേശം തീരുമാനമാണ്. വേറൊരു ആയത്തേക്കണേ, വമാ തശാഊന ഇല്ലാ അയ്യശാ. അപ്പം നമ്മൾ പറഞ്ഞു പ്രവർത്തനമല്ല, എന്താ മെയിൻ പ്രശ്നം? നമ്മളുടെ ഉദ്ദേശമാണ്. അപ്പം അള്ളാഹു തആല പറയുന്നു, സൂറത്തുൽ ഇൻസാനിൽ പറയുന്നു, വമാ തശാഊന, നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഇല്ല അയ്യശാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ എന്നാണോ ഉദ്ദേശിക്കാതെ എന്നാണോ? ഉദ്ദേശിക്കുന്നതായതല്ലാതെ ഓക്കെ നമ്മൾ മനസ്സിലാക്കിയ എന്താ അതിൽ പ്രശ്നമല്ലേ? അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആരുദ്ദേശിച്ച? അള്ളാഹു ഉദ്ദേശിച്ചാണ്. ഇവിടെ നിൽക്കി ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്ന് വായിച്ചു നോക്കി. ഇവിടെ ഉദ്ദേശിക്കുന്നതായതല്ലാതെ ദായത് ഒഴിവാക്കിയിട്ടേ ഉദ്ദേശിക്കുന്നതല്ലാതെ എന്ന് പറഞ്ഞാൽ ശരിയാണ്, നമ്മൾ പറഞ്ഞത് ശരിയാ. അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു ആർക്ക്? അമാനി മൗലവിക്ക്. അമാനി മൗലവി അങ്ങനെയാണ് എഴുതിയത്. അള്ളാഹു ഉദ്ദേശിക്കുന്നതായതല്ലാതെ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് എന്താ അതിനർത്ഥം എന്താ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയായിരുന്നു, അള്ളാഹു ഉദ്ദേശിച്ചതേ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ ലളിതമായിട്ട്. എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ ആരെന്നെ കൂടെ ഉദ്ദേശിപ്പിക്കുന്നതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ആയത്തിൻ്റെ സ്ട്രക്ചർ പറയുന്നത് വമാ തശാഊന ഇല്ലാ മാ യശാ അല്ലാഹ്, എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അൻ എന്നതിൻ്റെ പകരം എന്താ പറയുന്നത്? മാ. വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഇല്ല അല്ലാതെ, മാ യശാ, എന്തൊന്നാണോ ഉദ്ദേശിക്കുന്നത് അള്ളാഹു. ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ മനസ്സിലാക്കിയ അർത്ഥമാണ് വരേണ്ടതെങ്കിൽ അൻ എന്നതിൻ്റെ പകരം എന്താ വരേണ്ടത്? മാ ആണ് വരേണ്ടത്. മാ ആണോ അവിടെ ഉള്ളത്? അല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കിയ അർത്ഥമാണോ അത്? അല്ല. ഇനി എന്താ അതിൻ്റെ ശരിക്കും അർത്ഥം? നമുക്ക് ഉദ്ദേശിക്കാൻ പോലും പറ്റുക എപ്പോഴാ? അള്ളാഹു ഉദ്ദേശിക്കാനുള്ള കഴിവ് നൽകിയാലാണ്. അതാ ഇത് കറക്റ്റാണ്. ഉദ്ദേശിക്കുന്നതായല്ലാതെ. ഓക്കെ, അത് ഒന്നുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾ ഉദ്ദേശിക്കില്ല. അള്ളാഹു പെർമിഷൻ തന്നിട്ടില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ ഇൻറ്റൻഷൻ അവിടെ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഉദ്ദേശിക്കാൻ കഴിയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുന്നില്ല? ആയത്തിൽ പറയുന്നില്ല. നമുക്ക് ഉദ്ദേശിക്കാൻ പോലുമുള്ള കഴിവും ഏതൊക്കെ വഴിയിലൂടെ ഉദ്ദേശിക്കാൻ പറ്റുന്നുള്ള ത്വാഖത്ത് നൽകിയതാരാ? അള്ളാഹുവാണ്. നമുക്ക് ഒരു വഴിയിലൂടെ മാത്രം ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ അള്ളാഹു വിചാരിച്ചത്. വേറെ എന്തെങ്കിലും ഉദ്ദേശം നമുക്ക് പറ്റുമോ? അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മാത്രമേ ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു അള്ളാഹുവിൻ്റെ ഉദ്ദേശം തീരുമാനമെങ്കിൽ എനിക്ക് തെറ്റായ കാര്യം ഉദ്ദേശിക്കാനോ ചിന്തിക്കാനോ പറ്റുമോ? എനിക്ക് തെറ്റായ കാര്യം ഉദ്ദേശിക്കാൻ ചിന്തിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു അത് എന്നിൽ സാധ്യമാക്കി അള്ളാഹു ഉദ്ദേശിച്ചു. ഫോർ എക്സാമ്പിൾ, ഒരു റഫറി വിസിലടിച്ചാലേ കളി തുടങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കളി നിർത്താൻ പറ്റുള്ളൂ.
മനസ്സിലായല്ലോ? റഫറി ആണോ കളി നിർത്തുന്നത്? ആണോ? അവിടെ ഡിസിഷൻ എടുക്കുന്ന ആരാ? തീരുമാനം എടുക്കുന്ന ആരാ? റഫറിയാണ്. റഫറി അനുവാദം കൊടുക്കാൻ എന്ത് ചെയ്യൂല? അവിടെ ഒന്നും നടക്കൂല. കളി നിർത്തി തുടങ്ങുമൊന്നും ചെയ്യൂല. അതിനകത്ത് റഫറിയാണോ നിർത്തുന്നത്? അവിടെ എന്താ നടക്കുന്നത്? അനുവാദം കൊടുക്കലാണ്, പെർമിഷൻ കൊടുക്കലാണ് സംഭവിക്കുന്നത്. വ്യക്തത കുറവുണ്ടെങ്കിൽ പറയാം. റഫറി വേണ്ടിയിരുന്നില്ല അല്ലേ? ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് പോയത്. അത് മറന്നാളേ, അത് വായിച്ചാളേ. അതൊക്കെ അല്ലേ? അള്ളാഹു ഉദ്ദേശിച്ചാലേ, അള്ളാഹു നമുക്ക് പെർമിഷൻ നൽകിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉദ്ദേശിക്കാൻ പോലും. അഥവാ അള്ളാഹുവിൻ്റെ നിശ്ചയം, അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ അറിവ് അതവിടെ സംഭവ്യമാകുമ്പോൾ എന്ത് ചെയ്യുള്ളൂ? അല്ലെങ്കിൽ അവൻ അതിലൂടെ നമുക്കൊരു അനുവാദം നൽകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചിന്തിക്കാൻ പറ്റുള്ളൂ, നിശ്ചയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവർക്ക് പഠിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മാ യശാ അല്ലാ എന്നായിരുന്നു മറ്റിടത്ത് അവരുദ്ദേശിച്ച അർത്ഥമായിരുന്നെങ്കിൽ കൊടുക്കേണ്ടത് എന്നൊരു ചിന്തയെങ്കിലും ചിന്തിക്കാൻ പറ്റിയാൽ അവർക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാനുള്ള വകുപ്പ് ഇതിലുണ്ട്. ഓക്കെ, ഒരാൾ ബോധ്യപ്പെട്ട് നമ്മളോട് സംസാരം നിർത്തിപ്പോകണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവാം. പക്ഷെ നമുക്കത് വാശിക്കാൻ പറ്റില്ല. കാരണം അത് സംഭവ്യമല്ല. നേരത്തെ പറഞ്ഞ പോലെ ഏത് വിഷയത്തിലും ഈ വാശികൾ കാണാൻ കഴിയും. വളരെ ഇതിനേക്കാൾ നസ്സും ക്ലിയറുമായിട്ട് ഖുർആൻ പറയുന്ന വിഷയങ്ങൾ പോലും എന്താണ്? ആളുകൾ വാശി പിടിച്ച് അത് മനസ്സിലാക്കൂല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് പോകുന്ന നമുക്ക് കാണാൻ കഴിയും. അബൂജഹൽ നമുക്കറിയാം ഖുർആൻ കട്ട് കേൾക്കാൻ പോയിരുന്നു എന്നും ഖുർആൻ അബൂജഹലിൽ പ്രത്യേകമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു നമുക്കറിയാം. ആ സമയത്ത് അബൂജഹലിൻ്റെ കൂടെ ഖുർആൻ കട്ട് കേൾക്കാൻ പോയ ആളാണ് ആര്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്ത് ചെയ്തു? മുസ്ലിമായി. രണ്ടുപേരും കേട്ടത് ഒരേ സമയത്തായിരുന്നു, ഒരേ ആയത്തായിരുന്നു. രണ്ടുപേരിലും ഉണ്ടായ ചിന്താ മാറ്റം ഒരേപോലെ ആയിരുന്നു. പക്ഷെ അവസാനം റിസൾട്ട് വന്നപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? മക്കം ഫത്തഹിന് ശേഷമാണ് മുസ്ലിമായത്. പക്ഷെ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റൂല. കാരണം പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ്. പ്രവാചകൻ ആ തരത്തിൽ ഒരു നിലക്കുള്ള മാറ്റി നിർത്തലുകളോ ഒന്നും നടത്തിയിട്ടില്ല. അള്ളാഹു ഹിദായത്ത് കൊടുത്തു. സമയങ്ങൾ പലതാവാം. അടിസ്ഥാനപരമായിട്ടൊരു ശക്തി നിയന്ത്രിക്കുന്നുണ്ടെന്ന് ബോധ്യമില്ലാത്ത മനുഷ്യരില്ല എന്ന് നമുക്ക് തന്നെ വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും. പഠനങ്ങൾ പോലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആന്ത്രോപോളജി അല്ലെങ്കിൽ നരവംശാസ്ത്രവുമായിട്ടും മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിൽ വളരെ വ്യക്തമാണ് മനുഷ്യനിലുള്ള അന്തർലീനമായ ബോധ്യമാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നുണ്ട്. ജസ്റ്റിൻ എൽ ബാരറ്റ് എന്ന് പറയുന്ന ഒരു ഗവേഷകൻ വലിയ ഗവേഷണം നടത്തിയിരുന്നു. അദ്ദേഹം അതിൻ്റെ പേരിലൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് ദ ബോൺ ബിലീവേഴ്സ് എന്നാണ്. ജന്മനാ വിശ്വാസികളായവർ എന്നാണ് അദ്ദേഹം മനുഷ്യരെ വിശേഷിപ്പിച്ചത്. അപ്പോൾ മനുഷ്യൻ ജന്മനാ തന്നെ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സ്രഷ്ടാവിലും അഥവാ ഒരു മതത്തിൻ്റെ വിദ്യാഭ്യാസം നൽകിയിട്ടില്ലെങ്കിൽ പോലും ഈ ഭൗതിക ലോകത്തേക്ക് നോക്കി ഇതിൻ്റെ ക്രമം മനസ്സിലാക്കിയവൻ എന്ത് ചെയ്യും? ഇതിൻ്റെ പിന്നിലുള്ള ശക്തിയെപ്പറ്റി മനസ്സിലാക്കുന്നുള്ളതാണ്. അഥവാ മനുഷ്യൻ്റെ പ്രകൃതി അങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ നിഷേധിക്കുന്ന ആളുകളുണ്ടാവും, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും. മനസ്സിലായിട്ടും ചില പ്രത്യേക അബൂ താലിബിൻ്റെ വിഷയം നമുക്ക് അങ്ങനെ എടുക്കാം. മനസ്സിലായിട്ടും വാശി കൊണ്ട് അത് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടാവും. അബൂജഹലും കാരണമായിട്ട് പറഞ്ഞെന്താ? അബൂജഹലിൻ്റെ കാരണം വളരെ വളരെ കൗതുകം ഉയർത്തുന്ന കാരണമല്ലേ? ഞങ്ങളും അതേപോലെ തന്നെ ബനു ഹാഷിമുകാരും വലിയ മത്സരത്തിലായിരുന്നു. ഇദ്ദേഹവും ഖാലിദ് ബിൻ വലീദ് ബിൻ മുഗീറൊക്കെ ഒരേ ഗോത്രക്കാരായിരുന്നു. രണ്ടും ഭയങ്കര കോമ്പറ്റീഷനിലായിരുന്നു. അപ്പോൾ അബൂജഹൽ കാരണമായിട്ട് പറയുന്നത് അറിയോ? എത്ര ലളിതമായ കാരണമാണ് ഒരാളെ നിശ്ചയത്തിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അബൂജഹൽ പറഞ്ഞത്, ഞങ്ങൾ ബനു ഹാഷിമിൻ്റെ കൂടെ എത്താൻ പറ്റുന്നിടത്തോളൊക്കെ എത്തി. അവർ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് സേവനം ചെയ്തു, ഞങ്ങളും അതിൽ മത്സരിച്ചു. അങ്ങനെ പരമാവധി ഞങ്ങളിങ്ങനെ ഒരേപോലെ ആകുന്ന സമയത്താണ് അവരൊരു പ്രവാചകനെ കൊണ്ടുവരുന്നത്. ഞങ്ങൾക്കൊരു പ്രവാചകനെ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ മത്സരത്തിൽ പരാജയപ്പെട്ടു പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ആ പ്രവാചകനെ അയാൾക്ക് ആലോചിക്കാം, എൻ്റെ പരലോകമാണ് ഞാൻ കളയുന്ന ആലോചിക്കാം. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ ആ സമയത്തെ മാത്സര്യ ബുദ്ധി എന്ത് ചെയ്യുന്നു? ആ പരലോകത്തിനപ്പുറം അവിടുത്തെ വിജയത്തെ തിരഞ്ഞെടുപ്പിക്കുന്നു. ഇത് മനുഷ്യരുടെ അതെ, ജൂതന്മാർക്കും അറിയാം, വ്യക്തമായിട്ട് അറിയാം. അവർക്ക് തഅരിഫൂനഹും കമാ യഅരിഫു അബ്നാഅഹും. അവർക്ക് നിന്നെ അറിയാം പ്രവാചകരെ, കമാ യഅരിഫു അബ്നാഅഹും. അവർക്ക് അവരുടെ മക്കൾ അറിയുന്നത് പോലെ നിന്നറിയാം. അത് ജൂതന്മാർ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മദീനയിലേക്ക് വരുന്ന സമയത്തൊക്കെ മദീനയിലേക്ക് വരുന്നത് പോലും അറേബ്യയിലാണ് പ്രവാചകൻ വരിക. അപ്പം ഞങ്ങളിൽ നിന്നാണല്ലോ പ്രവാചകൻ വരേണ്ടത്. അപ്പം ഞങ്ങൾ മദീനയിൽ പോയി താമസിച്ചാലാണല്ലോ ഞങ്ങളിൽ നിന്ന് പ്രവാചകൻ വരുള്ളൂ എന്ന് വിചാരിച്ചാണ് മദീനയിലേക്ക് വന്ന് താമസിക്കുന്നത്. എന്നിട്ട് പ്രവാചകനിൽ ഓരോ അടയാളം നോക്കി വെരിഫൈ ചെയ്യുന്നുണ്ട്. വഴിയിൽ നിന്ന് പ്രവാചകനെ കണ്ടുവന്ന് വീട്ടിൽ ഈ കഥ പറയുന്ന ജൂതന്മാരെ പറ്റിയൊക്കെ നമുക്ക് ശേഷം ആ കുടുംബങ്ങളിൽ നിന്ന് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് കേട്ടോ, ഇത് പ്രവാചകൻ തന്നെയാണ് കേട്ടോ, എല്ലാ അടയാളവും മാച്ച് ചെയ്യുന്നു കേട്ടോ എന്ന് മനസ്സിലായിട്ട് എന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു.
അപ്പോൾ ആലോചിച്ച് നോക്കണം, മനുഷ്യന്മാർ നിഷേധിക്കാനുള്ള കാരണങ്ങൾ എത്രത്തോളം ലളിതവും സിമ്പിളുമാണെന്ന് ആലോചിച്ച് നോക്കണം. നിഷേധിക്കാൻ തീരുമാനിച്ച ആൾ എന്ത് ചെയ്യും? നിഷേധിക്കും. അയാൾക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുത്ത് നമ്മളെ നിഷ്കളങ്കതയാണത്, നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അയാൾക്കും സത്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. അയാൾക്കത് ആഗ്രഹവും അയാൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ നിഷേധിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് ഇസ്ലാം പൂർണ്ണമാണെന്ന ബോധ്യം നമുക്കുണ്ടാവുക, നമുക്കത് പറയാനും പറ്റുമെന്നുള്ളതാണ്. ഒരുപാട് ആവർത്തി എല്ലാവരും കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ള കാര്യം ഏകദേശം അസാധ്യമാണെന്ന് മനസ്സിലാക്കുക. പ്രവാചകൻ അത് കഴിഞ്ഞിട്ടുണ്ടോ? പ്രവാചകൻ അതിന് കഴിഞ്ഞിട്ടുണ്ടോ എല്ലാവരും വിശ്വസിപ്പിക്കാൻ? പ്രവാചകന് കഴിയാത്തൊരു കാര്യം നമുക്ക് കഴിയുമോ? ഇല്ല. പ്രവാചകൻ ആഗ്രഹം ഉണ്ടായിട്ടും കഴിഞ്ഞിട്ടില്ല. പ്രവാചകനെ നിനക്കത് പറ്റൂല എന്ന് പഠിച്ചോ എന്ത് ചെയ്യുന്നുണ്ട്? പ്രത്യേകം വാൺ ചെയ്യുന്നുണ്ട്. അതെ, ഓക്കെ ഓക്കെ. ഇനി ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്ത ആയത്തുകൾ കഴിഞ്ഞു. ഇത്രയും പക്ഷെ യുളില്ലു എന്നുള്ള പ്രയോഗത്തിൽ യുളില്ലു എന്ന് പറയുമ്പോൾ വഴികേടിലാക്കുന്നു എന്നല്ലേ വരിക? ഓക്കെ, പ്രബോധനത്തിൻ്റെ സമയത്ത് ഉപയോഗിക്കാവുന്ന പദപ്രയോഗത്തിലൊക്കെ. ഓക്കെ. ഇനി ഇതിൽ ഇനിയുണ്ട്, ഞാൻ ഇവിടെ കൊടുക്കാത്ത രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇത് വ്യക്തമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ മനസ്സിലായി. പിന്നെ വിധിയെ പറ്റിയൊരു ചോദ്യം. ഇപ്പോൾ വിധി എന്ന് പറഞ്ഞാൽ എപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടതാ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഓക്കെ, എന്തായാലും നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തുക, മുന്നേ രേഖപ്പെടുത്തിപ്പെട്ടിക്കണല്ലോ. അപ്പോൾ ചില ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും? വിധി മാറും. മാതാപിതാക്കളെ പരിചരിച്ചാൽ ആയുസിൻ്റെ വ്യത്യാസം, പുഞ്ചിരി, കുടുംബബന്ധം. അപ്പോൾ അതെങ്ങനെ സംഭവിക്കാം? അള്ളാഹുവിന് അതായത് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഇവിടെയും എന്ത് ചെയ്യരുത്, അള്ളാഹുവിനെ മനുഷ്യനെ പോലെ കാണരുത്. കാരണം മനുഷ്യനൊരു സാധനം എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ എഴുതി വെക്കുന്ന പോലെ അല്ല അള്ളാഹു എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതായത് ഇതെന്ന് പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ, ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ പോലെ, ഒരു പ്രോഗ്രാം പോലെയൊക്കെ മനസ്സിലാക്കണം. അഥവാ ഒരൊറ്റ വഴിയല്ല. പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ, പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ, മാതാപിതാക്കളോട് നന്മ ചെയ്താൽ ഇങ്ങനെ, ഈ വഴിയിലേക്ക് ആ ജീവിതം പോകും. മാതാപിതാക്കളോട് നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വഴിയിലേക്ക് പോകും. അപ്പോൾ ഈ ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രക്കിടയിൽ ഒരുപാട് ജംഗ്ഷനുകളുണ്ട്. ഈ ജംഗ്ഷനുകളിൽ അവൻ എടുക്കുന്ന തീരുമാനം അനുസരിച്ച് ആ യാത്രയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഇവൻ ഏത് ഡയറക്ഷൻ എടുക്കുമെന്ന് പോലും ആർക്കറിയാം? ഇവൻ പ്രാർത്ഥിക്കുമോയെന്നും ആർക്കറിയാം? അള്ളാഹുവിനറിയാം. ഇവൻ്റെ വിധിയെ ഇവൻ പ്രാർത്ഥന കൊണ്ട് മാറ്റുമോ, അല്ലെങ്കിൽ അള്ളാഹു താലയുടെ സഹായം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റുമോ എന്നും ആർക്കറിയാം? അള്ളാഹുവിനറിയാം. കാരണം അവൻ അലീമാണ്. എന്തുകൊണ്ടാണ് അവൻ അലീമാകുന്നത്? സകലതും അറിയുന്നത് എന്തുകൊണ്ടാണ്? അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഒന്ന്, അവൻ സർവജ്ഞാനിയാണ്. ലളിതമായി പറഞ്ഞാൽ അവൻ എല്ലാത്തിനും കഴിവുണ്ട്. ഒന്ന്, എല്ലാത്തിനും കഴിവുണ്ടെങ്കിൽ എല്ലാം അറിയാമെന്നുള്ളത് വളരെ ലളിതമാണ്. സമയത്ത് സൃഷ്ടിച്ച് അവനാന്നുള്ളതുകൊണ്ട് സമയത്തിന് അപ്പുറമുള്ള കാര്യങ്ങൾ അറിയാമെന്നുള്ള വളരെ ലളിതമാണ്. രണ്ടാമത്തെ റീസൺ കൂടി ഉണ്ട്, നമ്മളെ പറ്റി അവനറിയാം. സ്പെഷ്യൽ കാരണം കൂടി ഉണ്ട്. ഒന്ന്, അവൻ്റെ സർവജ്ഞാനം കൊണ്ട് എന്തോ അവനറിയാം. രണ്ട്, നമ്മളെ പറ്റി അറിയാനുള്ള റീസൺ എന്താ? അലാ യഅലമു മൻ ഖലഖ, നമ്മളെ സൃഷ്ടിച്ചവനാണ് അവൻ. വഹുവൽ ലത്തീഫ് ആൻഡ് ഖബീർ. ലത്തീഫുമാണ് ഖബീറുമാണ്. ലത്തീഫും ഖബീറും എന്തിനു ഉപയോഗിക്കുന്ന വാക്കുകളാണ്? ചെറുതായിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാം എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത്രയും സൂക്ഷ്മമായിട്ടുള്ള വിഷയങ്ങൾ പോലും എന്ത് ചെയ്യുക? അള്ളാഹുവിന് അറിയാം. അങ്ങനെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന പടച്ചവനാണ് നമ്മളെ സ്രഷ്ടാവ് എന്നിരിക്കെ അവന് നമ്മളെ പറ്റി എന്തെങ്കിലും അറിയാതിരിക്കുമോ? ഇല്ല. ഇത് പറയുന്നത് എന്തിനെ പറ്റിയിട്ടാ? എന്തറിയുന്നു പറഞ്ഞിട്ടാണ്. വാസിറു ഖൗലക്കും അവിജഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി. എന്തിനെ പറ്റി പറയാം? അലീമുൻ ബിദാത്തി സുദൂർ. ഹൃദയത്തിലുള്ളത് പോലും അറിയും. മനസ്സങ്ങനെ ഞെട്ട് ആലോചിക്കുകയാണ്, ഹൃദയത്തിലുള്ള എങ്ങനെ പഠിച്ചെന്ന് അറിയാം. അപ്പം അതിൻ്റെ റീസൺ പഠിച്ച അടുത്ത ആയത്തിൽ പറയണം എന്താണ്? അലാ യഅലം, അറിയൂലേ? മൻ ഖലഖ, ആരാണത്? നിന്നെ സൃഷ്ടിച്ചവനാണത്. പിന്നെന്താ മനസ്സിലുള്ളത് എന്താ അറിഞ്ഞാൽ? വഹുവ ലത്തീഫ് അൽ ഖബീർ. അവൻ എന്താണ്? ലത്തീഫുമാണ് ഖബീറുമാണ്. അത്രയും സൂക്ഷ്മമായിട്ടുള്ള വിഷയങ്ങൾ പോലും അറിയുന്നവനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വിഷയത്തെ പറ്റി മൊത്തത്തിൽ പറയാനുള്ളത്.